ശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പോലും പറയരുത്. അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് എന്നിങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടിയത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധ്യയായ അത്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവക്രോധം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവും അല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കയാത്രേ വേണ്ടിയത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. ഈ വേദഭാഗത്തിൽ നിന്നാണ് നാം ചിന്തിപ്പാൻ വേണ്ടി പോകുന്നത്. और जैसे पवित्र लोगों के योग्य है वैसे तुम भी व्यभिचार और किसी प्रकार के अशुद्ध काम या लोभ की चर्चा ना करो, और निर्लजता, मूर्खता की बातचीत और टटे की, क्योंकि ये बातें सोती नहीं और धन्यवाद के साथ उनकी ओर आइए, क्योंकि तुम जानते हो कि किसी व्यभिचारी या अशुद्ध या लोभी मनुष्य को पूरी तरह से पूजने करने वाले बराबर है, और मसीह परमेश्वर के राज्य मार्जित है. क्योंकि तुम्हें व्यर्थ बातों से धोखा ना दे, क्योंकि इन कामों के कारण परमेश्वर का क्रोध आज्ञा मानने वाले का बढ़ता है. इसलिए तुम इन सभी ही से दूर रहे, क्योंकि तुमने पहले अंधकार थे, परंतु अब प्रभु में ज्योति है, और ज्योति की संतान नहीं चलो, और वह पर परखो और प्रभु की बातें आगे बढ़ो, और अंधकार के निष्फल कामों के सहयोगी ना हो, वरना उल्लंघन ना हो, क्योंकि उनके गुप्त कामों की चर्चा भी लज्जित होता है. पर जितने कामों पर उलझाना दिया जाता है वे सब ज्योति के प्रकट होता है, क्योंकि जो सब कुछ प्रकट करता है वह ज्योति है. इस वचनों से हम आगे बढ़ रहे हैं. ആമേൻ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 3 മുതൽ 13 വരെ വായിക്കുമ്പോൾ എന്താ മനസ്സിലായത്? एफिसियों की किताब 5वां अध्याय से हम आगे बढ़ने के समय में क्या समझ में आया? അവിടെ കാണുന്നത് 6 കോമൺ സിൻസ്, പൊതുവായ 6 പാപങ്ങളെ കുറിച്ച് കാണുന്നു. वहां पर साधारण रीति रहने वाले 6 पापों के बारे में लिखा गया है. 5 കാരണം കൊണ്ട് ദൈവസന്നിധിയിൽ നിഷ്കാസനമാകുന്ന, ദൈവസന്നിധിയിൽ വീണുപോകുന്നതായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. और 5 बात ये बताया गया है कि वो प्रभु के सामने नीचे गिर जाता है. ഒരു കാര്യം കൊണ്ട് അതിന് ജയിപ്പാനുള്ളതായ കാരണവും പറയുന്നു. और एक बात से उससे विजय पाने का मन भी बताया है. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, 6 പൊതുവായ പാപങ്ങൾ ആ വേദഭാഗത്തിൽ പറയുകയാണ്. 6 साधारण पाप के बारे में बताता है. 5 കാരണങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന 5 കാരണങ്ങൾ പറയുകയാണ്. 5 बातों से हम प्रभु के सानिध्य में गिर पड़े हुआ बातें बताया है. നമ്മൾ പാപം ചെയ്യാനുള്ളവരല്ല, നമ്മൾ നഷ്ടപ്പെടാനുള്ളവരല്ല. हम पाप करने वाला नहीं, नष्ट होने वाला नहीं. നമ്മൾ പാപത്തെയും ലോകത്തെയും സാത്താനെയും ജയിപ്പാനുള്ളവരാണ്. हम पाप और बीमारी और शैतान को विजय पाने वाले हैं. ആ ജയത്തിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. और जय के बारे में भी बताया गया है. നാവിനാൽ ദൈവത്തെ സ്തുതിച്ച് നാവിനാൽ നാം ജയിക്കുന്നു. जीभ से प्रभु की धन्यवाद देते हुए हम विजय पाते हैं. അതെ, 3-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, പേർ പോലും പറയരുത്. അവിടെ നാവിന്റെ ഫംഗ്ഷൻ കാണുന്നു, പറയരുത് എന്ന് പറയുന്നു. 3 बात 300 वचन में लिखा गया है. उधर व्यभिचार और किसी प्रकार का शुद्ध लोभ की चर्चा भी नहीं करना. യെസ്, അവിടെ അവിടെ ചർച്ച ചെയ്യല്ല, അവിടെ പറയല്ല എന്ന് പറയുന്നു. वहां चर्चा नहीं करना है करके बताया गया है. നോക്കണമേ, തുടർന്ന് 4-ാം വാക്യം വായിക്കുമ്പോൾ ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ചേർച്ചയില്ലാത്തത്, ഇതെല്ലാം നാവിലൂടെ വരുന്ന പാപങ്ങളാണ്. और निर्लज्जता, मूढ़ता, बातचीत और ठटे हुए बात सब मुंह से आती है. അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോഴും വ്യർത്ഥ വാക്കുകൾ എന്ന് വേദപുസ്തകം പറയുന്നു. और 6वां पद इस प्रकार बताया है, व्यर्थ बातों से बताया गया है. 11-ാം വാക്യം വായിക്കുമ്പോൾ ഇവയെ ശാസിക്കുന്ന എങ്ങനെയാണ്? നാവിലൂടെയാണ് ശാസിക്കുന്നത്. അവിടെ നാവിന്റെ ഫംഗ്ഷനെ കുറിച്ച് പറയുന്നു. ശാസിക്കണമെന്ന് 11-ാം വാക്യവും പറയുന്നു, 13-ാം വാക്യവും പറയുന്നു. 11वां पद और 13वां पद बताया गया है, उसको उलाहना देना चाहिए. അതെ, നിങ്ങൾ ആ വേദഭാഗം വായിക്കുമ്പോൾ തെറ്റായ നാവിന്റെ ഉപയോഗങ്ങളും അതെ ശരിയായ നാവിന്റെ ഉപയോഗങ്ങളും അവിടെ കാണുവാൻ ഗുണം കഴിയുന്നു. और ठीक तरीका से जीभ का प्रयोग और अन्य तरह से जीभ का प्रयोग लिखा गया. ഞാൻ വീണ്ടും പറയട്ടെ, 6 പൊതുവായ പാപങ്ങള്, 6 साधारण पाप
5 കാരണങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ നിഷ്കാസനം സംഭവിക്കുന്ന കാര്യങ്ങൾ. प्रभु की सन्निधि में 5 बातों से गिर पड़ना. പക്ഷേ ഇവയെ ജയിപ്പാൻ തക്കവണ്ണം ഒരു കാര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. 4-ാം വാക്യം. और इस सबसे विजय पाने के लिए चौथा पद यह प्रकार लिखा गया है. ആ ഒരു കാര്യം പറയുന്നു, സ്തോത്രം അത്രേ വേണ്ടിയത്. धन्यवाद सुनाई देना चाहिए. യെസ്, നമ്മുടെ നാവ് ദൈവത്തെ സ്തുതിക്കുന്നത് ആയിരിക്കണം. हमारे जी प्रभु की धन्यवाद देना है. അർത്ഥം സ്തുതിക്കുന്നവൻ ജയിക്കുന്നവനായിരിക്കും. मतलब स्तुति करने वाले विजय पाने वाला है. അതുകൊണ്ട് നമ്മൾ പൊളിഞ്ഞു പോകുന്നവരല്ല, നമ്മൾ പണിയപ്പെടുന്നവരാണ്. हम किसी भी तरफ तोड़ने वाले नहीं लेकिन बनाने वाले हैं. നമ്മൾ പണിയുന്നുവോ നമ്മൾ പൊളിക്കുന്നുവോ? हम निर्माण करते हैं क्या, हम ध्वास देते हैं क्या? നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ പണിയുന്നുവോ നമ്മൾ പൊളിക്കുന്നുവോ? हमारे आत्मिक जिंदगी को हम निर्माण देते हैं क्या, ध्वास देते हैं ചില क्या? ആഴ്ചകൾക്ക് മുമ്പ് കൊച്ചിയിൽ 3 ഫ്ലാറ്റിനെ ചില മണിക്കൂർ കൊണ്ട് പൊളിച്ചിട്ടു. कोई महीने के पहले कोच्चि में 3 फ्लैट को गिरा दिया. എന്റെ കർത്താവേ, പൊളിയുന്നത് കാണാൻ എന്തോ ആവേശം എന്നറിയോ? ഓരോ TV ചാനലില് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പൊളിയുന്നത് കാണാൻ കാത്തിരുന്നത്. और कई टीवी चैनल्स ने और लाखों लोग गिरने के लिए सोच के बैठे थे. പക്ഷെ പണിയുന്നത് കാണാൻ ആരുമില്ല. लेकिन निर्माण करते हुए कोई नहीं देखेगा. എല്ലാവർക്കും പൊളിയുന്നത് കാണാനാണ് താല്പര്യം. सभी को गिर पड़ने देखना बहुत अच्छा ഞാൻ लगता നിങ്ങളുടെ है. കാര്യമാണ് പറയുന്നത്. നിങ്ങൾ പൊളിയുന്നത് കാണാൻ അന്ധകാര ശക്തി, സാത്താൻ, ദുഷ്ട മനുഷ്യർ കാത്തിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പണിയപ്പെടുന്നത് കാണുവാൻ സ്വർഗം കാത്തിരിക്കുന്നു. आपके बारे में बता रहा हूं, आप गिर पड़ने के वाला बातें सभी लोग देखते हैं लेकिन आप बनने वाले अनुभव प्रभु देखना चाहता है. നമ്മൾ പൊളിയുന്നവരുമല്ല, ദൈവത്താൽ ആരാലും പൊളിക്കുവാൻ കഴിയാതെ പണിയപ്പെടുന്നവരാണ്. हम किसी भी तरफ डरने वाला नहीं, गिरने वाला नहीं और वास भी नहीं देने वाला है, प्रभु से बनने वाले. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയ്ക്ക് പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. प्रभु यीशु मसीह ने कहा है कि मैं मेरे कलीसिया को बनाऊंगा, पाताल के अनुभव उनको गिराना देगा. നസ്രേത്തിലെ ആശാരിയുടെ കരം നിന്റെ മേൽ വന്നു കഴിഞ്ഞു. അവൻ നിന്നെ പൊളിഞ്ഞു പോകാതെ നിന്നെ പണിവാൻ വേണ്ടി So പോകും. यीशु मसीह का हाथ आपकी ओर आया गया है, आपको वो गिराना नहीं देगा, वो आपको बनाएगा. ഇവിടെ വേദപുസ്തകം പറയുന്നു, यहाँ पर इस वचन बताता है സ്തോത്രത്താൽ, സ്തോത്രമത്രേ വേണ്ടിയത്. അതെ, ദൈവത്തിന്റെ സ്തുതിയിൽ, ദൈവത്തിന്റെ ആരാധനയിൽ, ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞിരിക്കുന്നവൻ പൊളിഞ്ഞു പോകുന്നവനല്ല, പണിയപ്പെടുന്നവനാണ്. प्रभु की धन्यवाद देते हुए आगे बढ़ने वाला, स्तुतियों के साथ आगे बढ़ने वाला किसी भी तरफ गिरेगा नहीं, वे ऊंचा होगा और प्रभु के हिसाब में वो निर्माण बनाएगा. ഇവിടെ പറവാനായി ഒത്തിരി നെഗറ്റീവ് തിങ്സ് ഉണ്ട്. यहाँ बोलने के लिए नेगेटिव बात तो है. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹം, ഒത്തിരി നെഗറ്റീവ് തിങ്സ് ഉണ്ട്. देखिए इधर कई बात बताया गया है, व्यभिचार, अशुद्ध, लोभ, निर्लज्जता, मूढ़ता की बात, थके हुए बात, ये सब है यहाँ पर. എന്നാൽ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് പ്രശ്നങ്ങളുടെ പുസ്തകമല്ല, അത് സൊല്യൂഷന്റെ പുസ്തകമാണ്, പരിഹാരങ്ങളുടെ പുസ്തകമാണ്. प्रभु के वचन अगर देखा जाएगा तो वो समस्याओं का पुस्तक नहीं है, उसे बढ़ता देने वाला पुस्तक है. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ബ്രദർ, പൊതുവായ 6 പാപങ്ങളുണ്ട്. आप पूछ रहे हैं साधारण रीति से 6 पाप है. ദൈവസന്നിധിയിൽ നിഷ്കാസനം ചെയ്യപ്പാൻ 5 കാരണങ്ങളുമുണ്ട്. परमेश्वर की उपस्थिति में गिरने वाला 5 कारण भी है. ഇതിനെ ജയിപ്പാനുള്ളതായ രഹസ്യം എന്താണ്? लेकिन इससे विजय पाने के लिए क्या रहस्य है? എങ്ങനെയാണ് എനിക്ക് ജയിച്ച് മുന്നേറി ദൈവത്താൽ പണിയപ്പെടുവാൻ തക്കണം കഴിയുന്നത്? कैसे विजय पाकर प्रभु से बनाते हुए आगे बढ़ूं? അവിടെ വേദപുസ്തകം പറയുന്നു, നാവിനാൽ നമ്മൾ പണിയപ്പെടുന്നു. क्योंकि वचन बताता है कि जीभ से आप बन जाएंगे. സ്തോത്രം അത്രേ വേണ്ടിയത്. धन्यवाद ही काफी है. സോ ഞാൻ നിങ്ങളെ കുറിച്ച് ഈ സെഷനിൽ നാവിനെ കുറിച്ച് പറയട്ടെ. ये बार में आपको जीभ के बारे में बताना चाहता हूं. നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അവയവമാണ് നാവ് എന്ന് പറയുന്നത്. हमारे शरीर के अंदर एकदम डेंजरस रहने वाले एक अवयव है जीभ. നാവിൽ ജയിക്കുന്നവൻ ജീവിതത്തിൽ ജയിക്കുന്നു. जीभ से विजय पाने वाले जिंदगी में विजय पाएगा. എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കും, നാവിൽ ജയിക്കുന്നവർ ജീവിതത്തിൽ ജയിക്കുന്നു. जिनको लिख के लेना है ले लीजिएगा. जीभ में जो विजय पाएगा वो जिंदगी जीवेगा. എവിടെയാണ് ജീവിതത്തിൽ ജയം ആരംഭിക്കുന്ന? നാവിലാണ് ജയം ആരംഭിക്കുന്നത്. जिंदगी कहां पर विजय पाने जाता है? वो जीभ में जाता है. അതുകൊണ്ട് നമ്മുടെ നാവിനെ 100% ദൈവത്തിന്റെ യാഗപീഠത്തിൽ അങ്ങ് സമർപ്പിക്കുകയാണ്. इसलिए हमारे जीभ को प्रभु की उपस्थिति में सोमना है. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം, നമുക്കറിയാം. प्रभु की मंदिर है. അതെ, ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്നും എപ്പോഴും സ്തോത്രയാഗം ഇങ്ങനെ ഉയരണമെന്ന് 4-ാം വാക്യം പറയുകയാണ്. मंदिर रहने वाले हमारे शरीर में हर समय में धन्यवाद की स्तुतियों के गीतों के होना चाहिए. പാപയാഗമല്ല ഉയരേണ്ടത്, आपकी बलि नहीं होना चाहिए അകൃത്യയാഗമല്ല ഉയരേണ്ടത്, और निर्मूल के याग नहीं होना है. പറയുന്നു സ്തോത്രയാഗമാണ് ഉയരേണ്ടത്. स्तुति की याग बेट चलाना बहुत जरूरी है.
അത് അല്പം ആഴമായ ഒരു ദൂതാണ്. और थोड़ा गहराई बात है. 5 യാഗങ്ങളുണ്ടല്ലോ, 5 बलिदान के बारे में बताया गया है. ആയിരക്കണക്കിന് പ്രാവശ്യം പാപയാഗങ്ങൾ ഇങ്ങനെ ഉയരുകയാണ്. कई हजारों बार पाप की बलिदान चढ़ाया जाता है. രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ हर पाप का प्रभु की उपस्थिति में आने के समय में നമ്മുടെ അകൃത്യാഗത്തും പാപയാഗവും കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു വരുന്നു. हमने जो कुछ भी गलती किया है वो सब पूरा के प्रभु हमें माफ कीजिए करके बोलेंगे. പിന്നെ വൺസ് രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാപിയാ, കർത്താവേ ഞാൻ പാപി, എന്നെ രക്തത്താൽ കഴുകണമേ, എനിക്ക് ആ തെറ്റ് സംഭവിച്ചു, എനിക്ക് ഈ കുറവ് സംഭവിച്ചു, എനിക്ക് മറ്റേ വീഴ്ച ഉണ്ടായി, ക്ഷമിക്കണമേ, രക്തത്താൽ കഴുകണമേ, രക്തത്താൽ കഴുകണം. ഈ പരിപാടിയല്ല നടക്കേണ്ടത്. സ്തോത്രയാഗമായിരിക്കണം നമ്മിൽ നിന്ന് ഉയരേണ്ടത്. लहू प्रभु की उपस्थिति में हम उद्धार पाके आने के बाद, हे प्रभु जी मैंने गलती किया है, मुझे क्षमा कीजिएगा, आपके लहू के द्वारा मुझे क्षमा कीजिएगा नहीं, लेकिन धन्यवाद के पेट चढ़ाना बहुत जरूरी है. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? कितने लोगों को समझ में आया मैंने बोला? നിൽക്കുന്നു വീഴുന്നു, നിൽക്കുന്നു വീഴുന്നു, ജ്വലിക്കുന്നു അണയുന്നു, മുന്നോട്ട് പോകുന്നു വീണ്ടും പിന്നോട്ട് പോകുന്നു. അങ്ങനെയാകുമ്പോൾ രക്തത്താൽ കഴുകണമേ, കഴുകണമേ, എല്ലാ ദിവസവും കഴുകണമേ, കഴുകണമേ എന്ന ക്രമത്തിൽ പാപയാഗമായിരിക്കും നമ്മിൽ നിന്ന് ഉയരുന്നത്. खड़े रहेंगे, गिर पड़ेंगे, आगे बढ़ेंगे, पीछे आ जाएंगे, हर समय में मुझे धो लीजिए बोलेगा तो पाप के बलिदान करते हुए आगे बढ़ेंगे. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പാപയാഗമല്ല, സ്തോത്രയാഗമാണ്. प्रभु आपसे पाप के बलिदान को नहीं चाहता है, लेकिन धन्यवाद के पेट चलाना चाहता है. നന്മകൾക്കായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. धन्यवाद प्रभु की उपस्थिति के लिए धन्यवाद कीजिएगा. ആരോഗ്യമത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. बल दिया है उसके लिए धन्यवाद कीजिएगा. സംരക്ഷണയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. प्रभु हमें संभाल रहा है इसके लिए धन्यवाद നിങ്ങൾ कीजिएगा. കണ്ട പലർക്ക് ഈ നാളുകൾ കോവിഡ് ഉണ്ടായിരുന്നു. आपने जो देखा वो उनको सभी को कोविड थे. നിങ്ങൾ സംസാരിച്ച വ്യക്തിക്കും കോവിഡ് ഉണ്ടായിരുന്നു. जिससे बात किया उनको भी कोविड थे. പക്ഷേ ആ കോവിഡ് നിങ്ങളുടെ മേൽ വന്നില്ല, അതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞു. कोविड आपकी और नहीं आया, इसके लिए धन्यवाद कीजिए. അവർക്കില്ലാത്തതായി എന്തൊക്കെയോ നന്മകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി. जो नहीं है वो धान फल प्रदर्शन आपके जिंदगी में दिया है. ആർക്കുമില്ലാത്ത ജോലികൾ ദൈവം നിങ്ങൾക്ക് നൽകി. जिनमें नहीं है वो काम आपको दिया गया है. ദൈവം നിങ്ങൾക്ക് ജ്ഞാനത്തെ നൽകി. प्रभु ने आपको ज्ञान को दिया ദൈവം है. നിങ്ങൾക്ക് ബുദ്ധിയെ നൽകി. आपको बुद्धि दिया है. ദൈവം നിങ്ങൾക്ക് പദവികളെ നൽകി. परमेश्वर ने आपको स्थान दिया है. അംഗവൈകല്യമില്ലാത്ത നല്ല മക്കളെ നൽകി. अच्छे बच्चों को प्रभु ने दिया है. അതിലുപരി ദൈവത്തിന്റെ കൃപയാൽ കർത്താവിന്റെ പൈതലാകുവാൻ ദൈവം ഭാഗ്യം നൽകി. प्रभु की कृपा से उनके बेटे बनने के लिए प्रभु ने अवसर दिया है. ഏറിയ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ നിറച്ചു. पवित्र आत्मा से प्रभु ने भरपूर किया है. ശുശ്രൂഷകളെ ദൈവം നമുക്ക് നൽകി. सेवकाई प्रभु ने दिया है. കൃപാവരങ്ങളെ ദൈവം നമുക്ക് सेवकाई നിറച്ചു. को ऊपर प्रभु ने अभय दिया है. എത്രയെത്രയോ കാര്യങ്ങളാൽ ദൈവത്തെ നമുക്ക് സ്തുതിപ്പാൻ കഴിയും. कितने बातों से हम प्रभु की धन्यवाद दे सकते हैं. സന്തോഷത്തെ ദൈവം നൽകി, സമാധാനത്തെ നൽകി, खुशी दिया है, समाधान को दिया है. ആത്മാവില്, പ്രാണനില്, ശരീരത്തില് ഒക്കെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. और शरीर में, मन में और सभी प्रकार प्रभु की स्तुति करने के लिए कई बातें हैं. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ പാപയാഗത്തിൽ തമ്പടിച്ചു പോകരുത്, സ്തോത്രയാഗത്തിൽ ദൈവകൃപയാൽ മുന്നേറിയാൽ. इसके लिए मसीह की जिंदगी में पाप बलिदान में रहना नहीं, लेकिन धन्यवाद के पेट चलाना चाहिए. ആ സ്തോത്രയാഗം, അധരഫലമെന്ന സ്തോത്രയാഗം നമ്മുടെ അധരത്തിൽ നിന്ന് ഉയരട്ടെ. जीभ से हमारे धन्यवाद के पेट निकलना बहुत जरूरी है. അത് വെറുതെ അധര ചർവണമല്ല ഞാൻ പറയുന്നത്. केवल बातों ही नहीं बता रहा हूं मैं. ഹൃദയം നിറഞ്ഞ് കവിയുന്ന വായി സംസാരിക്കുകയാണ്. हृदय के अंदर भरपूर होकर ना जीभ निकालना चाहिए. ഹൃദയം നിറഞ്ഞ് കവിയുന്ന വായിൽ വരുന്നു. जब हृदय भरपूर होता है जीभ से निकल जाता है. അതാണ് ശരീരത്തിൽ വെളിപ്പെടുന്നത്. वो ही शरीर में प्रकट होता है. പാപം ഇതുപോലെയാണ്. पाप भी ऐसा ही है. പാപ യഥാർത്ഥത്തിൽ ആദ്യം ഹൃദയത്തിലാണ് വരുന്നത്. पाप भी हृदय में चालू होता है. ലൂസിഫർ പാപം ചെയ്തപ്പോൾ लूसीफर ने जब पाप किया, ആദ്യം ഹൃദയത്തിലായിരുന്നു ആ പാപം വന്നത്. हृदय में सोच लिया. ആ നികളെ ഹൃദയത്തിൽ വന്നു, പിന്നത്തേതിൽ പ്രവൃത്തിയിൽ വെളിപ്പെട്ടു. अहंकार हृदय में आ गया और काम में आगे बढ़ा. വളരെ സത്യം, ആദ്യം പാപം ഹൃദയത്തിൽ വരുന്നു, पाप हृदय में आता है, എന്നിട്ട് അത് അധരത്തിലൂടെ പുറത്തു वो जीभ से വരുന്നു, बाहर निकलता है, എന്നിട്ട് സ്തോത്രം അത് കയ്യിലേക്കും കാലിലേക്കും വ്യാപരിക്കുന്നു. हाथ पर पाव पर चल जाता है. ഞാനത് തെളിയിക്കാം. നാവ് തെറ്റുമ്പോൾ അർത്ഥം മനസ്സിലാക്കണം, ഹൃദയം തെറ്റിക്കഴിഞ്ഞു. अगर जीभ गलती किया तो शरीर पूरी तरह से गलती हुआ करके देखना चाहिए. കാരണം യേശു പറഞ്ഞു ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി സംസാരിക്കുന്നത്. यीशु ने बताया गया कि हृदय जब भरपूर होगा वो मुंह से निकलता है. നാവ് തെറ്റുമ്പോൾ ഓൾറെഡി ഹൃദയം തെറ്റിക്കഴിഞ്ഞു. जीभ जब गलती हो गया तो जिंदगी पूरी तरह से गलती हो गया है. നാവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ കൈ തെറ്റുകയാണ്, കണ്ണ് തെറ്റുകയാണ്, കാല് തെറ്റുകയാണ്. जीभ जब गलती में हो जाता है, हाथ, आंख, पाव सब गलती में हो जाता है. അതുകൊണ്ട് നാവിനെ വളരെ സൂക്ഷിക്കണം. इसके लिए जीभ को संभालना बहुत जरूरी है. അത് ആരൊക്കെയാണോ നാവിൽ തെറ്റിയത് അവിടെ ജീവിതം തെറ്റിപ്പോയി. जो कोई भी जीभ से गलती किया है उनकी जिंदगी गलती हो गया है. ആമേൻ. ആദ്യം തെറ്റ് സംഭവിക്കുന്നത് ഹൃദയത്തിൽ, അത് കഴിഞ്ഞിട്ട് നാവിലാണ്. पहले जब गलती हृदय में होता है उसके बाद जीभ में हो जाता है. വേദപുസ്തകം പറയുന്നു, बाइबल कहता है, സ്തോത്രം, ആദ്യത്തെ പാപിയായ അതെ വശീകരിക്കപ്പെട്ട പാപം ചെയ്ത ഹവയിലേക്ക് നോക്കിയാട്ടെ. पहले बात प्रभु के वचन के विरोध पाप किया हुआ हवा में देखिएगा. ഹവ്വയ്ക്ക് പ്രവൃത്തിയിൽ തെറ്റ് വരുന്നതിന് മുമ്പ് അവളുടെ വാക്കിൽ തെറ്റ് സംഭവിച്ചതായി വേദപുസ്തകം പറയുന്നു. कामों में गलती होने से पहले उनके जीभ में से गलती निकला करके बताया गया है. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, उत्पत्ति
तीसरा अध्याय तीसरे वाक्य बताने के समय में അവിടെ ഇതാ സാത്താൻ സ്തോത്രം അതേ ഹവ്വയുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. और शैतान हवा के पास आता है വന്നിട്ട് പറയുന്നു സ്തോത്രം അതേ ഈ വൃക്ഷഫലം നല്ലതാണ്, നീ പറിച്ചു തിന്നാട്ടെ. और इस प्रकार की जो फल अच्छा है एक आकर निकाल दीजिएगा. സാത്താൻ ഇങ്ങനെ ചോദിക്കുന്നു, ഇത് വാസ്തവമായി ഇത് ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? शैतान ने पूछा कि ये जरूर परमेश्वर ने ऐसा बताया गया है क्या? പക്ഷെ നോക്കാം, മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് അവൾ പറയുന്നത്, तीसरे वाक्य में ऐसा बताया ഭക്ഷിക്കരുതെന്ന് മാത്രമല്ല, അതെ തിന്നരുതെന്ന് മാത്രമല്ല, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. और केवल खाना ही नहीं, उनको छूना भी नहीं करके प्रभु ने बताया गया है. തിന്നരുതെന്ന് മാത്രമല്ല തൊടരുത് എന്നുകൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. केवल खाना ही नहीं, छूना भी नहीं. ദൈവം തൊടരുതെന്ന് പറഞ്ഞില്ല, प्रभु ने छूना नहीं करके बोला है. തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ. केवल नहीं खाना है करके बोला है. തൊടരുതെന്ന് പറഞ്ഞില്ല, उनको छूने के लिए नहीं कहा गया है. തിന്നരുതെന്ന് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ. खाना नहीं करके बोला गया है. ഹവ്വ പറഞ്ഞു തൊടാനും പാടില്ല എന്ന്. लेकिन हवा ने बोला कि छूना भी नहीं चाहिए. അവൾ ഇതാ വാക്കിൽ തെറ്റിപ്പോയി. उन्होंने शब्द में गलती किया. വാക്കിൽ തെറ്റിയപ്പോ പിശാചൻ മനസ്സിലായി അവള് നിശ്ചയമായിട്ടും പ്രവൃത്തിയിലും തെറ്റും. जब शैतान को मालूम पड़ा कि बात में वो गलती किया तो कामों में भी गलती करेगा. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ നാവിൽ ജയിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ജയിച്ചു. ठीक है मेरे भाइयों, अगर आप जीभ से या बात से विजय पाएगा तो आपके काम में विजय होगा. നാവിൽ ജയിക്കുന്നെങ്കിൽ ജീവിതത്തിൽ ജയിച്ചു. अगर आप जीभ से विजय पाएंगे जिंदगी में जय पाएंगे. അതുകൊണ്ട് ഈ കൂടുതൽ സംസാരിക്കുന്നവരെ സൂക്ഷിച്ചോളാം. इसलिए ज्यादा बात करने वाले से दूर रहना. അവൾ കൂടുതൽ കൈന്നിട്ടങ്ങ് സംസാരിച്ചു. वो अपने हाथों से उठाकर बोलती थी. നമ്മുടെ ഇടയിൽ ഈ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. हमारे बीच में कई बातें बोलने वाले हैं. Let me talk, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. मैं बोलूंगा करके कई बातें बताने वाले हैं. അവർ മിക്കവാറും ഹൃദയരോഗികളായിരിക്കും. वो हृदय के बीमार रहने वाले हैं. ഞാനല്ല പറയുന്നത്, മെഡിക്കൽ സയൻസ് അങ്ങനെ പറയുന്നു. അവർ മിക്കവാറും ഹൃദയരോഗികളായിരിക്കും. उनके हृदय में बीमार रहेंगे. നമ്പർ 2, അവർ വീഴാനുള്ള സാധ്യത വളരെ, പാപത്തിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. पाप में गिरने का संभावना बहुत जरूरी है. കാരണം സദൃശവാക്യം 10-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, इसलिए नीति वचन 10वां अध्याय 19वां वाक्य इस बात का बताता है, വാക്പെരുപ്പത്തിൽ വ്യർത്ഥത ഉണ്ടാകുന്നു എന്ന്. जहाँ बहुत बातें होती है वहाँ अपराध भी होती है. വാക്പെരുപ്പത്തിൽ വ്യർത്ഥത ഉണ്ടാകുന്നു. जहाँ बहुत बातें होते हैं वहाँ अपराध भी होते हैं. വായ കൂടുതൽ ഇട്ട് പറഞ്ഞു, ഇത് തൊടാനും പാടില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. उन्होंने बोला कि ये छूना भी नहीं करके प्रभु ने बताया गया है. ആ വാക്പെരുപ്പത്തിൽ വ്യർത്ഥതയുണ്ടായി. വാക്കിൽ അവൾ തെറ്റി, അവൾ പ്രവൃത്തിയിലും തെറ്റി. जिस तरीका से बहुत बात करते हैं वहाँ पर अपराध भी हो जाता है. മാനവജാതിയിൽ പാപം കടന്നു വന്നത് നാവിൽ തെറ്റ് സംഭവിച്ചതിലൂടെയാണ്. मनुष्य के बीच में पाप किस प्रकार आया, वो बातों से आया. അതെ, പ്രവൃത്തിയിൽ തെറ്റ് സംഭവിക്കും മുമ്പ് നാവിൽ തെറ്റ് സംഭവിച്ചു. कामों में गलती होने से पहले शब्द में गलती आ गया. വേദപുസ്തകം പറയുന്നു, അതെ നാവ് പ്രധാനപ്പെട്ട അവയവമാണ്. जीव प्रधान एक अवयव है. നാവിൽ ജയിക്കുന്നവൻ ജീവിതത്തിൽ ജയിക്കുന്നു. जीव अगर विजय पा लिया तो जिंदगी विजय पा जाए. നാവിൽ തോൽക്കുന്നവൻ ജീവിതത്തിലും തോൽക്കുന്നു. अगर जीव में हार गया तो जिंदगी में भी हार गया. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം याकूब की किताब 3 अध्याय അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 और 6 वाक्य पढ़ने के समय में അവിടെ 2 ഉദാഹരണങ്ങൾ അവണ്ണം പറയുന്നു. 2 उदाहरण दिया गया है. ഒന്ന് കുതിര, മറ്റൊന്ന് കപ്പല്. एक घोड़े के बारे में बताया है और एक कपान बात का बताया है. കുതിര കരയിലോടുന്നത്, കപ്പൽ കടലിലോടുന്നത്. और जो घोड़ा है वो जमीन में चलता है, गुफा है वो पानी में चलता है. അതെ, കുതിരയെ നിയന്ത്രിക്കുന്നത് കടിഞ്ഞാൺ കൊണ്ട്, കപ്പൽ നിയന്ത്രിക്കുന്നത് ചുക്കാൻ കൊണ്ട്. और घोड़े को गुमाइयों के सरबत तरह चलाता है और कपान को पगाड़ की तरह के चलाता है. അതെ, കുതിരയെ കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിക്കുന്നു, കപ്പലിനെ ചുക്കാൻ കൊണ്ട് നിയന്ത്രിക്കുന്നു. घोड़े को गुमाई की तरह चलाता है और कपान को और बलाते ने चलाता है. ഞാൻ വീണ്ടും മൂന്നാമത് പറയട്ടെ, കുതിരയെ കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിക്കുന്നു, കപ്പലിനെ ചുക്കാൻ കൊണ്ട് നിയന്ത്രിക്കുന്നു, നിന്നെ നാവ് കൊണ്ട് നിയന്ത്രിക്കുന്നു. और देखिए, घोड़े को गुमान के समान चलाता है और कपान को चला के चलाता है और तुझे जीभ से चलाता है. നമ്മുടെ നാവ് ആണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. अपना जीभ अपना भविष्य को निर्णय देता है. നമ്മുടെ നാവാണ് നാളെ നമ്മൾ എവിടെ എത്തണമെന്ന് हमारा നിർണ്ണയിക്കുന്നത്. जीभ कल किधर पहुंचना करके बताता है. ഹവ്വ വാക്കിൽ തെറ്റി, അവളുടെ പ്രവൃത്തിയിലും അവൾ തെറ്റിപ്പോയി. हवा अपना बातों में गलती फट गया, काम में गलती हो അതുകൊണ്ട് गया. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, നിങ്ങളുടെ നാവുകളെ വളരെ സൂക്ഷിക്കുക. इसलिए अपना जीभ बहुत ही संभालिएगा. എന്റെ വേദപുസ്തകം പറയുകയാണ്. बाइबल इस प्रकार कहता है. രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുമ്പോൾ दूसरे उदाहरण इस प्रकार बताया है. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു വരികയാണ്. इस्राएल मरुभूमि की ओर चल के आ रहा है. ആ തലമുറ മുഴുവൻ നശിച്ചു പോയി. वो पीढ़ी पूरी तरह से नाश हो गया. അവർക്ക് വാഗ്ദത്തത്തിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. उनको प्रभु की वायदा में चलना नहीं ആ सका. തലമുറ മുഴുവൻ മരുഭൂമിയിൽ നശിച്ചു वो പോയി. पीढ़ी पूरी तरह से नष्ट हो गया. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 29-ാം വാക്യം പറയുന്നു, गिनती 14 अध्याय और उसके
21वां वचन बताया है, അവരുടെ ശവം മുഴുവൻ മരുഭൂമിയിൽ വീണുപോയി എന്ന്. ये शव पूरी तरह से मरुभूमि में गिर पड़ा, ആ തലമുറ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. वो पीढ़ी पूरी तरह से नाश हो गया. കമോൺ, ഈ തലമുറയിൽ നഷ്ടപ്പെടാൻ ആഗ്രഹമില്ലാത്തവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. ये पीढ़ी में नाश ना होने वाले हाथों को उठाकर प्रभु की धन्यवाद कहे. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, നിങ്ങളുടെ നാവുകളെ സൂക്ഷിക്കുക. ऐसा है तो आपकी जीभ को संभालिएगा. ആ തലമുറ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. पीढ़ी पूरी तरह से नाश हो गया. അവർ വാഗ്ദത്തത്തിന്റെ ജനമാണ്, वो वायदा के बच्चे हैं, അവർ ദൈവത്തിന്റെ ജനമാണ്, प्रभु के बच्चे हैं, അബ്രഹാമിന്റെ മക്കളാണ്, अब्राहम की संतान है, അവർ ഇസ്രായേൽ ജനമാണ്, इस्राएल जन है, അവർ മഹത്വം കണ്ടവരാണ്, महिमा को देखा हुआ है, അവർ വിടുതൽ അനുഭവിച്ചവരാണ്, करो पाया है, അവർ മന്ന തിന്നവരാണ്. मन्ना को खाया है, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. लेकिन बोलने से फायदा नहीं. സ്തോത്രം, ഇന്നും നിങ്ങളെ നോക്കി എന്നെ നോക്കി നമുക്ക് പറയാൻ തക്കോണം കഴിയും. मुझे और आपको देखे बता सकता है, നമ്മൾ വിടുതൽ അനുഭവിച്ചവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, उद्धार पाया है, छुटकारा पाया है, ദൈവത്തിന്റെ മഹത്വം കണ്ടവരാണ്, प्रभु की महिमा को देखा है, ദൈവത്തിന്റെ ജനമാണ്, प्रभु के बच्चे हैं, ഉടമ്പടി മക്കളാണ്. हम वायदा के बच्चे हैं. പക്ഷെ നമ്മുടെ നാവ് ശരിയല്ലെങ്കിൽ നമ്മുടെ വാഗ്ദത്തത്തിൽ നമുക്ക് പ്രവേശിപ്പാൻ കഴിയില്ല. अगर हमारा जीव ठीक नहीं है तो हमारे प्रभु ने जो रखा है उसमें चल नहीं सकता. അവരുടെ നാവിനെ അവർക്ക് നിയന്ത്രിപ്പാൻ കഴിഞ്ഞില്ല. उनके जीव को वो कंट्रोल नहीं कर सका. അവരുടെ നാവ് നിമിത്തമാണ് അവർക്ക് തകർച്ച ഉണ്ടായത്. उनके जीव के द्वारा वो नाश हो गए. സംഖ്യാപുസ്തകം 13-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ गिनती 13वां अध्याय पढ़ने के समय में അധ്യായത്തിൽ നിങ്ങൾക്ക് മുഴുവനായി കാണുവാൻ पूरी तरह से आप उस अध्याय को में दे सकता है. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ 31 और 32 वाक्य को देखने के समय में അവിടെ ഇതാ അവിശ്വാസികളായ ആ 10 പ്രഭുക്കന്മാർ പറയുന്നു, अविश्वास रहने वाले 10 प्रभु लोग ने इस प्रकार कहा, ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയത്തില്ല, उनके बीच की और चल नहीं सका, അവർ നമ്മിലും ബലവാന്മാരാണ്, वो हमसे भी बल रहने वाले हैं. അതേ സ്തോത്രം, ഞങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ദുർവർത്തമാനമാണ് അവർ പറഞ്ഞത്. हमने जिस बातों को देखा गया है और बुराई बातें कहा गया है, കേൾക്കുക, അവർ തിന്മ പറയുകയാണ്. वो लोग बुराई बातें बताया है. അവർ പറയുന്നു നമുക്ക് അവിടെ കടക്കുവാൻ वो കഴിയത്തില്ല. लोग बोल रहे हैं कि हम उधर नहीं जा അവിടെ सकते. ബലവാന്മാരായ വലിയ മല്ലന്മാർ അവിടെ നിൽപ്പുണ്ട്. ताकत रहने वाले कई लोग वहां पर है. അവർ പറഞ്ഞത് സത്യമാണ്. उन्होंने जो बोला है वो ठीक है. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ आप प्रभु के वचन पढ़ने के समय മോശയുടെ में കാലത്ത് मूसा के समय पर ആ പ്രദേശങ്ങൾ അവിടെ മല്ലന്മാർ പാർത്തിരുന്നു. कई ताकत रहने वाले वहां रहते थे. എങ്ങനെയാണ് മല്ലന്മാരുണ്ടായത്? कैसे ताकत रहने वाले हैं? ദൈവത്തിന്റെ ദൂതന്മാർ മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് പോയി അതേ കീർത്തികെട്ട പുരുഷന്മാർ അഥവാ മല്ലന്മാർ ജനിക്കുകയുണ്ടായി. और प्रभु के दूत मनुष्य के पुत्रियों के पास गए और उनके पास से ताकत रहने वाले जन्म पाया. നോഹയുടെ കാലം മുതലേ നിങ്ങൾക്ക് അത് കാണുവാൻ തക്കോണം वहां കഴിയും. के समय से आप वो देख सकता है. നൂറ്റാണ്ടുകൾ അങ്ങനെ നൂറ്റാണ്ടുകൾ വളരെ ദീർഘകാലം മല്ലന്മാർ ആ പ്രദേശങ്ങളിൽ പാർത്തിരുന്നു. कई सालों से ताकत रहने वाले वहां रहते थे. ദാവീദ് യെരൂശലേമിലേക്ക് കടന്നു പോകുമ്പോഴും അവിടെ മല്ലന്മാർ ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. दाऊद जब यरूशलेम की ओर चला गया वहां पर ताकत रहने वाले थे. മോശയുടെ കാലത്തും സ്തോത്രം മല്ലന്മാരുണ്ടായിരുന്നു. मूसा के समय में भी ताकत रहने वाले थे. അത് വലിയ ദീർഘമായ ഒരു പ്രസംഗമാണ് മല്ലന്മാരെ കുറിച്ച്. वो ताकत रहने वाले के बारे में एक बहुत बड़ा प्रचार है. ഈ ദിവസങ്ങളിൽ ഞാനിത് പഠിച്ചിട്ടിരിക്കുകയാണ്. मैं वो सीख के बैठा हूं. One of these days ഈ ദിവസങ്ങളിൽ നിശ്ചയമായി 6-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ ആത്മീയ യുദ്ധത്തെ കുറിച്ച് കേൾക്കുന്നതായ സമയത്ത് നമുക്ക് കേൾപ്പാൻ തക്കോണം കഴിയും. अध्याय के बारे में जब मैं सिखाऊंगा तो आत्मिक युद्ध के बारे में बताऊंगा. നിങ്ങളെപ്പോലെ ഞാനും പഠിച്ചിട്ടാണ് ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾക്ക് പറഞ്ഞു आपके തരുന്നത്. जैसे मैं भी सीखकर आपको मैं प्रभु के वचन किया और बता रहा हूं. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. आपकी प्रार्थना में मांगता हूं. സ്തോത്രം. അതേ മല്ലന്മാർ മോശയുടെ കാലത്തുണ്ടായിരുന്നു, मूसा के समय में ताकत रहने वाले थे, യോശുവയുടെ കാലത്തുണ്ടായിരുന്നു, योशुआ के समय में थे, ദാവീദിന്റെ കാലം വരെയും ഉണ്ടായിരുന്നു. दाऊद के समय तक थे. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളതായ ദാവീദാണ് മല്ലന്മാരെ നിഷ്കാസനം ചെയ്തത്. प्रभु की हृदय के समान रहने वाला दाऊद ने उनको नाश कर दिया. എന്താ ഞാൻ പറഞ്ഞത്? मैंने क्या बोला? ആരാധനക്കാരനായിരുന്നു ദാവീദ്. आराधना में रहने वाला तेरा दाऊद. ആരാധിക്കുന്നവൻ ജയിക്കുന്നവനായിരിക്കും. आराधना करने वाला विजय पाने वाला है. വേറെ ആർക്കും മല്ലന്മാരെ നീക്കാൻ കഴിഞ്ഞില്ല. और किसी को भी ताकत रहने वाले को छोड़ नहीं എന്നാൽ सका. ആരാധിക്കുന്നവന്റെ മുൻപിൽ ഒരു മല്ലനും നിൽപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. लेकिन आराधना करने वाले के बीच में कोई भी ताकत रहने वाला ना रहेंगे. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ദേശത്ത് വേറെ ആർക്കും സാധിപ്പാൻ കഴിയാത്തത് ആരാധിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലൂടെ നിങ്ങളിലൂടെ സാധിക്കുക തന്നെ यीशु ചെയ്യും. मसीह के नाम में आराधना करने वाला लोगों के बीच में प्रभु की आश्चर्यकारी होगा. ഇവിടെ ഇതാ കാദേശ് ബർന്നയിൽ മോശയുടെ കാലത്ത് मूसा के समय पर कादेश बर्ने पर 10 പേർ വന്നു നിന്ന് പറയുന്നു, 10 പേർ വന്നു നിന്ന് 10 പറയുന്നു, लोग आके खड़ा रख के बोल रहा है സ്തോത്രം, നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, हमें वहां नहीं जा सकेंगे, അവിടെ വലിയ മല്ലന്മാരുണ്ട്, वहां ताकत रहने वाले हैं. സ്തോത്രം. എന്നാൽ അവർ ദൈവത്തിന്റെ വാഗ്ദത്തമല്ല വിശ്വസിച്ചത്, സാഹചര്യമാണ് അവർ പറഞ്ഞത്. उन्होंने प्रभु के वचन से ना सुनी, लेकिन उनके उधर के जगह पर बता गया ഈ है. ദിവസങ്ങളിൽ സാഹചര്യമല്ല നിങ്ങൾ പറയേണ്ടത്, वो अनुभव के बारे में, अवस्था के बारे में नहीं बताना. സാഹചര്യമല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. उस बातों को विश्वास नहीं करना. നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ, ഭവനത്തിൽ, നാട്ടിൽ നിങ്ങൾ പറയേണ്ടതും ദൈവ
ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ പറയേണ്ടത്. आपको विश्वास करना है आपके घर में, आपकी जगह पर, आपके जो कुछ भी कार्य में प्रभु के वचन को बताना है. टीवी കാണുന്നതും പേപ്പറിൽ കാണുന്നതും സാഹചര്യത്തിൽ കാണുന്നതും അല്ല നിങ്ങൾ പറയേണ്ടത്. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നിങ്ങൾ പറയേണ്ടത്. आपने टीवी में जो देखा है, न्यूज़पेपर में जो क्या है उसी के बारे में नहीं, लेकिन प्रभु ने आपको दिया वो वायदा को बोलना है. പക്ഷേ അത് പറവാൻ വളരെ ന്യൂനപക്ഷമേ അവിടെയുള്ളൂ. അവിടെ പറവാൻ 2 പേർ മാത്രമേ ഉള്ളൂ. उस बात को बताने के लिए केवल 2 ही लोग थे वहां. ഭൂരിപക്ഷം 10 പേരും പറ്റത്തില്ലെന്ന് പറയുകയാണ്. ज्यादा लोग वो नहीं होगा करके बोलने के समय में നമുക്കറിയാം ആ 12 പ്രഭുക്കന്മാർ 2 പേർ മാത്രം പറയുന്നു നമുക്ക് പോകാം, കുഴപ്പമില്ല, കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. उतना लोगों में सभी लोग बोल रहा है कि नहीं, लेकिन 2 लोग बोल रहा है कि हम जा सकते हैं. എന്നാൽ 10 പേർ പറയുന്നു പോകാൻ പറ്റത്തില്ല. 10 बोल रहे हैं कि नहीं जा सकेंगे. ഇലക്ഷൻ വെച്ചിരുന്നെങ്കിൽ 10 പേരെ ജയിക്കത്തുള്ളൂ. इलेक्शन अगर होता तो 10 ही लोग गिनते थे. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സഭയിൽ ഇലക്ഷൻ അല്ല ഉള്ളത്, ദൈവത്തിന്റെ സെലക്ഷൻ ആണുള്ളത്. इसलिए प्रभु की उपस्थिति में इलेक्शन नहीं सिलेक्शन होते हैं. അതുകൊണ്ട് ജനാധിപത്യം ശരിയാകണമെന്നില്ല. जो लोगों के बीच के जो धारणा वो ठीक नहीं होना चाहिए. ഭൂരിപക്ഷം ശരിയാകണമെന്നില്ല. सभी के बात ठीक होना जरूरी नहीं है. സ്തോത്രം. പലപ്പോഴും ശരിയായ കാര്യം ശരിയായത് ന്യൂനപക്ഷത്തോടു കൂടിയായിരിക്കാം. और गिनती लोग के बीच में जो ठीक रहने वाले बात होते हैं. തലയെണ്ണം നോക്കി അവർ ശരിയെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. और जितने लोग बोल रहे हैं वो सब ठीक है करके नहीं बोल सकता. അവർ പറഞ്ഞു നമുക്ക് കഴിയത്തില്ല. उन्होंने बोला हमसे नहीं होगा. അവർ നാവ് തെറ്റിപ്പോയി. कि जीव गलती हो गई. അവരുടെ ജീവിതം ഒന്നും പ്രാപിക്കാതെ മരുഭൂമിയിൽ അവസാനിച്ചു. कि जिंदगी पूरी तरह से मरुभूमि में नाश हो ഈ गई. കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, इस पीढ़ी में आपसे मैं बता रहा हूं, നിങ്ങൾ ഒന്നും പ്രാപിക്കാതെ നശിക്കുന്നവരല്ല, ദൈവം നിങ്ങളോട് പറഞ്ഞ സകല വാഗ്ദത്തവും അതേ പ്രവേശിക്കുന്നവരും പ്രാപിക്കുന്നവരുമായിരിക്കട്ടെ. आप प्रभु ने जो आपसे बताया गया वह सारे बातों को प्राप्त करने वाले लोग रहेंगे. आप യേശു ഇപ്പോ വരട്ടെ, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് വരട്ടെ, അല്ലെങ്കിൽ നാളെ രാവിലെ വരട്ടെ, നോ പ്രോബ്ലം. आप प्रभु यीशु मसीह अभी आने दे, 2 घंटे के बाद आने दे, कल भी आने दे, नो പക്ഷെ प्रॉब्लम. കർത്താവ് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എങ്കിൽ अगर थोड़ी देर के बाद प्रभु यीशु मसीह आ रहा तो നിങ്ങളുടെ ജീവിതം മരുഭൂമിയിൽ അവസാനിക്കരുത്. വാഗ്ദത്തത്തിൽ നിങ്ങൾ പ്രവേശിച്ച് വാഗ്ദത്തം आपकी അനുഭവിക്കുന്നവരായിരിക്കും. जिंदगी मरुभूमि में खत्म नहीं होना है, वायदा को पूरी तरह से पा लेना है. വലത് കരങ്ങളെ ഉയർത്തി പറ, വാഗ്ദത്തം എനിക്കുള്ളത്. हाथों को उठा के बोलिए वायदा मेरे लिए है. ശബ്ദം ഉയർത്തി പറ, വാഗ്ദത്തം എനിക്കുള്ളത്. आवाज को उठा के बोलिए वायदा मेरे लिए है. ഓ വായു തുറന്ന് പറഞ്ഞാട്ടെ, ഞാനതിനെ പ്രാപിക്കും, उसको पालूंगा, ഞാനത് പ്രാപിക്കും. उसको पालूंगा. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പറഞ്ഞു ജീവിക്കുകയാണ്. प्रभु के वचन के वायदा को बताए गए. ഹവ്വ നാവിൽ തെറ്റിപ്പോയി, हव्वा जीभ में गलती कर दी, നാവിലും തെറ്റി, അതെ പ്രവൃത്തിയിലും തെറ്റിപ്പോയി. कामों में गलती पड़ी. ഇസ്രായേൽ ജനം നാവിൽ തെറ്റിപ്പോയി, इस्राएल जीभ से गलती की, അവിടെ ജീവിതവും തെറ്റിപ്പോയി. कि जिंदगी में गलती हो गई. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജീവിതം തകർക്കപ്പെടുന്നത് പലപ്പോഴും നാവ് നിമിത്തമാണ്. जिंदगी कब गिरत पड़ते हैं अपना जीभ के कारण से. അതുകൊണ്ട് തെറ്റ് പറയുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് പലപ്പോഴും മൗനമായിരിക്കുന്നത്. इसलिए गलती बोलने से भी चुपचाप रहिएगा. ചില സന്ദർഭങ്ങളിൽ മൗനമായിരിക്കുന്ന ജീവിതത്തിന് വലിയ വിടുതലാണ്, വലിയ ജയമാണ്, വലിയ कई അനുഗ്രഹമാണ്. बार चुपचाप रहना ही विजय है, कई बार आशीष के बात होते हैं. ചിലർ പറയുന്ന കേട്ടിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. कई लोग बोलते हैं देखो बैठा कैसा है, एक बात भी नहीं बोल रहा है. ട്രിവാൻഡ്രം മലയാളത്തിൽ ഞാൻ പറയട്ടെ, ചിലർ പറയത്തില്ലേ വായില് വിരലുണ്ടോ, അല്ല വായില് നാവുണ്ടോ എന്ന് വിരലിട്ട് നോക്കേണ്ടി വരും, എക്സെട്രാ എക്സെട്രാ എന്നൊക്കെ. और कई लोग ऐसे भी बोलते हैं कि देखिए उनके मुंह में हाथ डाल के देना पड़ेगा, उनके अंदर जीभ है. Sometimes ബൈബിൾ പഠിപ്പിക്കുന്നു മൗനമായിരിക്കുന്നത് വലിയ വിടുതലാണ്. बाइबल सिखाती है कि चुपचाप रहना बहुत अच्छा है. യെരിഹോവിന്റെ മുൻപിൽ ഇസ്രായേലിനെ ദൈവം മൗനമാക്കിയാണ് ഇരുത്തിയത്. यरीको के सामने इस्राएल को प्रभु ने चुप रहने के लिए कहा. 6 ദിവസം നാവിന് ലോക്ക്ഡൌൺ ദൈവം കൊടുത്തു. और 6 दिन जीभ को चुप रहने के लिए प्रभु ने बताया. എന്റെ തമ്പുരാനെ 6 ദിവസം സംസാരിക്കാതിരിക്കാൻ പറഞ്ഞാൽ എത്ര പേർക്ക് കഴിയും? എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. प्रभु 6 दिन चुप रहने के लिए बोला तो मेरे से नहीं होगा. ഒരു ദിവസം മീറ്റിംഗ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തോ ടെൻഷനാണ്. एक दिन मीटिंग नहीं रहेगा तो हमें बहुत टेंशन होता है. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിരിക്കണം. किसी से भी कुछ भी बोलते ही रहना പക്ഷേ चाहिए. യെരിഹോവിന്റെ മുൻപിൽ വെച്ച് പറയാൻ അവസരം കൊടുത്തിരുന്നു എങ്കിൽ അവർ പറഞ്ഞു, എടാ അളിയോ ഈ മതിലിന്റെ ഉയരം നോക്കടാ. अगर यरीको के सामने बताने के लिए बातचीत किया गया तो देखो कितना बड़ा है. ഇതെന്തൊരു പണിയാണ്, ये क्या बना के रखा गया है, ഇതൊരു കല്ലാണ്. ये कैसा पत्थर है. അവർ ആ മതിലിനെ അങ്ങ് മഹത്വപ്പെടുത്തുമായിരുന്നു. उस बातों को जोर जार बोल बता देंगे. മതിലിനെ അവർ മഹത്വപ്പെടുത്തുന്ന മതിൽ ഒരിക്കലും ഇടിയുന്നില്ല. महिमा चढ़ाने वाला जो गोर है कभी गिरने पड़ता. എന്റെ നോട്ടില്ലാത്ത ഞാൻ പറഞ്ഞു, മഹത്വപ്പെടുത്തുന്ന മതിലുകൾ ഒന്നും ഇടിയുന്നില്ല. महिमा से भरपूर रहने वाले गोर है कि कभी गिरता नहीं. കമാൻ, കോവിഡിനെ മഹത്വപ്പെടുത്തല്ലേ, ക്യാൻസറിനെ മഹത്വപ്പെടുത്തല്ലേ, സാഹചര്യത്തെ മഹത്വപ്പെടുത്തല്ലേ, പ്രതിസന്ധിയെ മഹത്വപ്പെടുത്തല്ലേ, മഹത്വത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. कोविड को
को महिमा ना देना है, कैंसर को महिमा देना नहीं देना है, किसी बातों को महिमा नहीं देना है। महिमा के योग्य केवल प्रभु यीशु मसीह है। 6 ദിവസം മൗനമായിരുന്നു. 6 दिन चुप रहा। യോശുവ 6:20. योशुआ 6 और उसका 20। ഓ 7-ാം ദിവസം അവർ ആർപ്പിട്ട് 7वां दिन उन्होंने चिल्लाकर कहा, മതിൽ അപ്രത്യക്ഷമായി പോയി. वो है गिर पड़ा നാവിനാൽ അവർ ജയിച്ചു. और जीभ से भी लोग विजय पाए। കഴിഞ്ഞ തലമുറ നാവിനാൽ തോറ്റു. पीढ़े लोग गिर पड़े थे, അടുത്ത തലമുറ നാവിനാൽ ജയിച്ചു. अगले पीढ़ी जीभ से विजय पा लिया। നാവിനാൽ ജയിപ്പാൻ ആഗ്രഹമുള്ളവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാൽ जीभ से विजय पाने वाले हाथों को उठाकर प्रभु की धन्य कहे। പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ नियम में आने के समय में ഒരു അപ്പനിതാ സംസാരിക്കാതെ നടക്കുകയാണ്. एक बाप बात ना करते हुए आगे बढ़ रहा है। എന്തിനു വേണ്ടിയാണ്? അവന് യോഹന്നാൻ എന്ന് പേരുള്ളതായ ഒരു മകനെ ദൈവം കൊടുപ്പാൻ പോകുന്നു. यूहन्ना नाम के एक बच्चे को प्रभु दे रहा है। ദൈവത്തിന്റെ പദ്ധതി ജനിക്കേണ്ടതിന് വേണ്ടി സ്തോത്രം സക്കറിയാവ് എന്ന പുരോഹിതനെ ദൈവം ഉണ്ടാക്കി. और प्रभु की इच्छा पूरी होने के लिए जकरिया के मुंह को प्रभु ने बंद कर दिया। കർത്താവേ, ഞങ്ങളുടെ വായടഞ്ഞാലും കുഴപ്പമില്ല, അങ്ങയുടെ പദ്ധതി ഞങ്ങളിലൂടെ വെളിപ്പെട്ടാൽ മതി. हमारे मुंह बंद क्यों हुआ तो भी चलेगा, आपकी इच्छा हमारी जिंदगी में पूरा हो। അതുകൊണ്ട് സംസാരിച്ചല്ല ജയിക്കുന്നത്, ചിലപ്പോൾ മൗനമായിരുന്നാണ് നമ്മൾ ജയിക്കുന്നത്. केवल बातों से ही विजय नहीं पाएंगे, चुप रहने से भी विजय पाओगे। Come on, ആരോടോ പരിശുദ്ധാത്മാ പറഞ്ഞു മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ. इसी से प्रभु बता रहा है कि चुपचाप रहते हुए यीशु मसीह में हूं करके बता लीजिएगा। അതുകൊണ്ട് നമ്മൾ വാചകമടിച്ചല്ല ജയിക്കുന്നത്. हम बातें करके विजय नहीं पाना। വാചകമടിയല്ല ശുശ്രൂഷ. बातें नहीं केवल सेवकाई। വാചകമടിച്ചല്ല സഭ പണിയുന്നത്. कलीसिया को बातें से नहीं बनाता। വാചകമടിച്ചല്ല ആത്മാക്കളെ നേടുന്നത്. बातों से प्रभु की आत्मा को नहीं बनाता। Sometimes എനിക്ക് മൗനമായിരിക്കാൻ പ്രേരണയുണ്ട്. कई समय चुप रहना पड़ता है। ചിലപ്പോൾ ദൈവം എന്നെ മൗനമായിരുത്താറുണ്ട്. कई बार मुझे चुप रहना कहता है। എന്റെ മതിലുകൾ ഇടിയുവാൻ ഞാൻ ചിലപ്പോൾ മൗനമാകണം. लोग गिराने के लिए कई बार मैं चुप रहना पड़ता है। ജനിച്ചിട്ടില്ലാത്ത അത്ഭുത ശിശുക്കൾ പോലെ ദൈവത്തിന്റെ പദ്ധതികൾ ജനിപ്പാൻ ചിലപ്പോൾ ഞാൻ മൗനമാകണം. जन्म लेने वाले शिशु या बालक के समान कई बार उतारने के लिए मैं चुप रहना पड़ता ചിലപ്പോൾ है। അവൻ എന്നെ നിന്നെ മൗനമായി ഇരുത്തുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ വലിയ വിടുതലുകൾ വെളിപ്പെടുവാൻ कई बार വേണ്ടിയാണ്. मुझे और तुझे प्रभु चुप रहता है क्योंकि कई प्रकार के आशीषों को देखने के लिए। അതുകൊണ്ട് മൗനം എന്ന് പറയുന്നത്, സൈലന്റ് എന്ന് പറയുന്നത് പരാജയമല്ല. इस प्रकार चुप कभी भी हारना के लिए नहीं। അതെ, മൗനമായിരിക്കുന്നത് പരാജയമല്ല. चुप रहना हारने के लिए नहीं। അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, भाइयों बहनों, സ്തോത്രം, ആവശ്യത്തിന് മാത്രം നമുക്ക് സംസാരിക്കുക. जो बात करना है उसी को बात करते हुए आगे बढ़ेंगे। വേദപുസ്തകം പറയുന്നു, बाइबल बताता है നമ്മൾ വെറുതെ പറയുന്നവരാകല്ല. हम ऐसे ही बात करने वाला नहीं होना। നമ്മൾ പറയുന്നെങ്കിൽ അത് സംഭവിക്കണം. हम जो बोलते हैं वो होना चाहिए। നമ്മൾ പറയുന്നെങ്കിൽ എന്തെങ്കിലും നടക്കണം. हम जो बोलेंगे वो होना चाहिए। വർഷങ്ങൾക്ക് മുമ്പ് 1999 119 का समय पर 21 വർഷം മുമ്പ് ആന്ധ്രയിൽ ഒരു മീറ്റിംഗിന് വേണ്ടി ഞാൻ പോവാ. 31 साल के पहले मैं आंध्रा में एक मीटिंग में गया। ഇന്നലത്തെ പോലെ ഓർക്കുന്നു, കേരള എക്സ്പ്രസിലാണ് യാത്ര ചെയ്യുന്നത്. केरला एक्सप्रेस में मैं यहाँ से चला। 10 ദിവസം ഉപവാസമാണ്. 10 दिन उपवास में हूँ। ഏപ്രിൽ മാസം ആന്ധ്രയിൽ ഭയങ്കര ചൂടാണ്. अप्रैल महीना में वहाँ पर बहुत गर्म रहती है। പക്ഷേ ആ 10 ദിവസം ഞാൻ ഉപവസിച്ചു. मैं 10 दिन उपवास करने के लिए गया। ട്രെയിനിലെ ഫാസ്റ്റിംഗോടെ യാത്ര ट्रेन ചെയ്യുകയാണ്. में फास्टिंग के साथ आगे बढ़ा। ഒരു ദിവസം ഉച്ചയ്ക്കുശേഷമാകുമ്പോൾ ആ ട്രെയിനിൽ പൊക്കൊണ്ടിരിക്കുമ്പോൾ ट्रेन में आगे बढ़ने के समय में दोपहर हो गया। കർത്താവ് ഇപ്രകാരം പറഞ്ഞു, whatever you say I'm going to accomplish that. നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാൻ പോവാ. प्रभु यीशु ने मुझे कहा कि जो कुछ भी तू बोलेगा वो पूरी तरह से करूंगा मैं। നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. जो कुछ भी बोलेगा वो मैं पूरी करूंगा। സോ എനിക്ക് 3 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു ആ 10 ദിവസങ്ങളിൽ. 3 मीटिंग्स 10 दिन के अंदर थे। ആദ്യത്തെ ദിവസം ശുശ്രൂഷിപ്പാൻ എഴുന്നേറ്റ് നിന്നു. पहले दिन में सेवकाई के लिए खड़ा हो गया। ആ ജനത്തെ മുന്നിലേക്ക് വിളിക്കുമ്പോൾ, उन लोगों को मैं आगे बढ़ाने के समय में പ്രസംഗിച്ച് ഓട്ടർ കോൾ കൊടുത്ത് മുന്നിലേക്ക് വിളിക്കുമ്പോൾ प्रचार कर उनको आगे बढ़ाने के समय में ഒരു കൈ ഇങ്ങനെ തിരിഞ്ഞ് ഒരമ്മച്ച് ഓടി വരികയാണ്. एक हाथ तिलने खोलने देने वाले एक बच्चे थे। ആക്സിഡന്റ് എന്തുകൊണ്ടാ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. एक्सीडेंट के सामान उनके हाथ फिरे हुए हैं। ഈ മുട്ട് 180 ഡിഗ്രി തിരിഞ്ഞിരിക്കുകയാണ്. उनके जो हाथ है पूरी तरह से घुमा हुआ है। ഞാൻ പ്രാർത്ഥിച്ചില്ല. मैं उनसे प्रार्थना नहीं എന്റെ किया। മേൽ കിടക്കുന്ന നിയോഗം നീ പറഞ്ഞാ മതി, ഞാനത് ചെയ്യും. मुझे प्रभु ने बताया है कि तू बोलेगा वो मैं करूंगा। നീ പറയണ്ട, നീ പ്രാർത്ഥിക്കണ്ട, നീ കൈവയ്ക്കണ്ട, നീ പറഞ്ഞാൽ ഞാനത് ചെയ്യും. प्रार्थना मत करो, तू हाथ मत लगा, तू बोलो तो वो कर दूंगा। അതെ, എന്റെ ദൈവം കള്ളം പറയുന്നവനല്ല. मेरा यीशु झूठ नहीं बोलने वाला है। എന്റെ ദൈവം മന്ത്രിമാരെ പോലെ ഞങ്ങൾ വരും എല്ലാം കുളമാക്കും എന്ന് പറയുന്നവനല്ല. मंत्रियों के समान मैं आऊंगा, सब जो करूंगा करने बोलने वाला नहीं। സ്തോത്രം. അതെ, ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. जो प्रभु है वायदा में ईमानदार है। മാതാവിലേക്ക് നോക്കി പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക. मां की ओर में देख के बोला, यीशु मसीह के नाम में चंगा हो जा।
കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു. यीशु मसीह तुझे चंगा करने वाला है. ഏറ്റവും ഫ്രണ്ടിലേക്ക് വന്നപ്പോ ഇടത് കൈയാണോ വലത് കൈയാണോ തിരിഞ്ഞിരുന്നെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ക്രമത്തിൽ സൂപ്പർ നാച്ചുറലി കർത്താവ് അവരെ സൗഖ്യമാക്കി. वो वहां से आगे तक आने से उनके लेफ्ट या राइट हैंड गुमा हुआ करके उनको भी मालूम नहीं, वैसा प्रभु ने चंगा कर ഇത് दिया. 10 വർഷത്തിൽ ഒരിക്കലല്ല നടക്കേണ്ടത്. 10 साल में एक बार नहीं होना, ഇത് എന്നും നടക്കണം, എപ്പോഴും നടക്കണം. എല്ലാ ദിവസവും ദൈവകൃപയാൽ നീ എന്തു പറയുന്നുവോ അത് സംഭവിച്ചിരിക്കണം. हर समय में, हर दिन, हर जगह पर जो तू बोलेगा वो ठीक होना चाहिए. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, പാഴ്വാക്കുകൾ നമുക്കില്ല. बुरे बातों को नहीं छोड़ना. Come on, പാഴ്വാക്കുകൾ നമുക്കില്ല. बुरा बात है नहीं, अपने को नहीं है. പൊട്ടച്ചൽ നമുക്കില്ല. मूर्खता अपने को नहीं है. കളിവാക്ക് നമുക്കില്ല. शिक्षा नहीं है. ചേർച്ചയില്ലാത്ത നമുക്കില്ല. सामने को नहीं है. നമ്മൾ വായി തുറക്കുമ്പോൾ हम जब मुंह को खोलेंगे ദൂതന്മാർ പറയണം, ആ പറയുന്നത് എനിക്കെടുത്തത് ചെയ്യടാ. दूत लोग बोलना है कि जो बोलेगा वो मुख करूंगा. നീ പറയുന്നത് നിലത്ത് വീഴുവാൻ ദൈവം സമ്മതിക്കില്ല. तू जो बोलेगा वो नीचे गिरने के लिए प्रभु सहायता नहीं करेगा. ലെവലിൽ നാം ജീവിക്കണം. हम उनके और आगे बढ़ना है. പൊട്ടച്ചലിന്റെയോ കളിവാക്കിന്റെയോ ജനമല്ല. मशहूर निर्लजता मूर्खता के लोग नहीं है. നാം എന്തു പറയുന്നു അത് ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. हम जो बोलेंगे वो करने के लिए जिंदा रहने वाला प्रभु हमारे लिए है. Come on, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करेंगे? നിങ്ങൾ എന്താണ് ദൈവാത്മാവിൽ പറയുന്നത്? आप पवित्र आत्मा से आप क्या बोलेंगे? ദൈവം അത് ചെയ്യ. प्रभु वो करेगा. നിങ്ങൾ ദൈവാത്മാവിൽ ജീവിക്കുന്നു, ദൈവാത്മാവിൽ നടക്കുന്നു, ദൈവാത്മാവിൽ സംസാരിക്കുന്നു. आप प्रभु आत्मा में जीते हैं, प्रभु आत्मा में भरपूर होता है, प्रभु आत्मा में बोलते हैं. So, എന്താണോ നിങ്ങൾ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നത് സംഭവിക്കും. पवित्र आत्मा में जो कुछ भी आप बोलेंगे वो हो जाएगा. അങ്ങനെയുള്ള 5 വാക്ക് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിങ്ങളെ പറഞ്ഞേക്കാൻ വേണ്ടി പോവുകയാണ്. उस 5 बात को आपके सामने रखते हुए मैं जोड़ना चाहता हूँ. വിശ്വാസി പറയേണ്ടതായ 5 വാക്കുകള്. विश्वासी बोलने वाला 5 बात, അതിൽ ഒന്ന് പോലും പാഴ്വാക്കില്ല. उसमें एक भी बात गलती नहीं അതെല്ലാം होगा. പ്രയോജനമുള്ള വാക്കാണ്. सभी कामों के लिए है. ഒരു ദിവസം പോലും പാഴ് ദിവസങ്ങളില്ല. एक दिन आपकी जिंदगी में बुरा नहीं है. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണം. ദൈവത്തിന് എന്തെങ്കിലും വിടുതലുകൾ, എന്തെങ്കിലും അനുഗ്രഹം പ്രതീക്ഷിക്കണം. हम सुबह उठने से प्रभु से जो कुछ भी मनना है वो पूरी तरह से मनते हुए आगे बढ़ना है. ഞാൻ കുറച്ച് പൈസയോ പരിപാടിയോ സൗഖ്യമോ വിടുതലോ മാത്രമല്ല ഞാൻ പറയുന്നത്. मैं केवल चंगाई, छुटकारा, पैसा इसके बारे में नहीं बता रहा हूँ. ആർക്കോ നീ ഒരു അനുഗ്രഹമാകുവാൻ പോകുന്നു. किसी को भी आप एक आशीर्वाद होना है. ഏതോ ആത്മാവ് നിന്നിലൂടെ രക്ഷിക്കപ്പെടുവാൻ कोई भी പോകുന്നു. आत्मा आपके साथ उद्धार पाना है. ആർക്കോ നിങ്ങൾ ഒരു വിടുതലിന് ചാനലായി തീരുവാൻ आप വേണ്ടി एक പോകുന്നു. छुटकारे के कारण बन जाते हैं. എന്തോ ഗുഡ് മോർണിംഗ് പറഞ്ഞ് എഴുന്നേൽക്കുന്നത് തുടങ്ങി ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങുന്നത് വരെ എന്തോ ഒരു കാര്യം ദൈവം നിങ്ങളോട് ചെയ്യുവാനുണ്ട്. गुड मॉर्निंग बोल के उठने से समय, गुड नाइट बोल के सोने के समय तक प्रभु आपके में कुछ कार्य करेगा. അതേ വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഒരു ദിവസം പോലും വേസ്റ്റ് അല്ല. हाथों को उठा के बोले एक दिन भी मेरा जिंदगी में बुराई नहीं है. ഒരു ദിവസം പോലും വേസ്റ്റ് ആകത്തില്ല. एक दिन भी मुझे लिए बुराई नहीं है. നമ്മുടെ ദൈവം 24 മണിക്കൂർ 365 ദിവസം അവൻ പ്രവർത്തിക്കുന്നവനാണ്. हमारे प्रभु 24 घंटा 3064 घंटा हमारे लिए काम करने वाला है. നിങ്ങൾ ഓരോരുത്തരിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നു. हम सभी से प्रभु काम करेगा. ദൈവം പ്രവർത്തിക്കുന്നതിനോട് ഒരു വാക്ക് പോലും വീൺവാക്കില്ല, പാഴ്വാക്കില്ല. आप प्रभु के वचन में जीभ में कुछ भी बुराई नहीं है. പിന്നെ എന്തോ വാക്കുകളാണുള്ളത്? और क्या बातों हैं? നമ്പർ 1 വേർഡ്സ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ വാക്കുകൾ. विश्वास की बातें आपके हैं. ഒന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ. विश्वास के शब्द आपके बीच में. വിശ്വാസത്തിന്റെ വാക്കുകൾ. विश्वास के शब्द आपके मुंह में. എല്ലാരും പറയാ, മാസ്ക് ഇട്ടവരും ഇടാത്തവരും എല്ലാരും പറ, എന്തോ വാക്ക്? വിശ്വാസത്തിന്റെ വാക്ക്. मास्क जो डाला है नहीं डाला उन सभी लोग बोले विश्वास के शब्द है. വിശ്വാസത്തിന്റെ വാക്ക്. विश्वास के शब्द है. കാരണം നമ്മൾ വിശ്വാസികളാണ്. हम विश्वासी हैं. എത്ര പേർ വിശ്വാസികളുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. कितने विश्वासी मुझे सुन रहा है? हाथ उठाइए. വിശ്വാസികൾക്ക് വിശ്വാസത്തിന്റെ വാക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. विश्वासियों को विश्वास की शब्द ही बता सकता है. കാരണം സ്തോത്രം, നിങ്ങളുടെ വിശ്വാസിയാണ്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിശ്വാസമാണ് ഹൃദയം നിറഞ്ഞു കവിഞ്ഞു വായി സംസാരിക്കുന്നത്. आपके हृदय के अंदर रहने वाला विश्वास आपके हृदय भरपूर होकर जीभ से निकलता है. ഓ വേദപുസ്തകം പറയുന്നു, റോമർ 10:17 വായിക്കുമ്പോൾ रोमियो के पत्र 10वां अध्याय 17वां पद. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. सो विश्वास सुनने से और सुनने मसीह के वचन से होता है. വിശ്വാസത്തിന്റെ വചനമാണ് നിങ്ങൾ പറയുന്നത്. विश्वास के वचन आप बोलते हैं. അതേ സാഹചര്യമല്ല നിങ്ങൾ പറയേണ്ടത്. अवस्था के बारे में नहीं बोलेंगे. അപ്പുറത്തുള്ളവന് സംഭവിച്ചത് ഇപ്പുറത്തുള്ളവന് സംഭവിച്ചത് അല്ല നിങ്ങൾ പറയേണ്ടത്. वहां रहने वाले यहाँ रहने वाले के बारे में नहीं बोलेंगे. നിങ്ങൾ പറയേണ്ട വിശ്വാസത്തിന്റെ വചനമാണ് आप പറയേണ്ടത്. विश्वास के वचन से बात करना है. യേശു കർത്താവിലേക്ക് നോക്കിയാട്ടെ. यीशु मसीह की ओर देखिए. യേശുവിന്റെ വചനം മുഴുവൻ വിശ്വാസത്തിന്റെ यीशु വചനങ്ങളായിരുന്നു. मसीह जो कुछ भी बात किया वो सब
अविश्वास के वचन थे। യേശു സാഹചര്യം പറഞ്ഞിട്ടില്ല, यीशु मसीह ने किसी भी तरफ अवस्था के യേശു बारे में കർത്താവ് बताया, ആകുലത പറഞ്ഞിട്ടില്ല, किसी भी तरफ आकुल के बारे में बतानी, വ്യാകുലത പറഞ്ഞിട്ടില്ല. व्याकुल के बारे में बताई। യേശുവിൽ എപ്പോഴും വിശ്വാസത്തിന്റെ വചനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. यीशु मसीह में हर समय में विश्वास के वचन ही थे। ഗെത്സമനിയിൽ വെച്ച് അവൻ വ്യാകുലപ്പെട്ടു. गethसेमने में वो व्याकुल थे। ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ ദുഃഖം, എന്റെ ഉള്ളം ആ മരണ ദുഃഖം പോലെ അതിദുഃഖിതമായിരിക്കുന്നു. चेलों से बताया कि मेरे हृदय तो मृत्यु के उन जाने वाले दुख हो गया है। ഒരു സെക്കൻഡ് അവൻ പതറി, ഒരു സെക്കൻഡ്, ഒരു സെന്റൻസിൽ അവൻ പതറി. एक बात में, एक शब्द में, एक अवस्था में वो निकल गए थे। പക്ഷെ അടുത്ത സെക്കൻഡിൽ അവൻ പുറത്തു വന്ന് ചോദിച്ചു, ഹേ നിങ്ങൾ ആരെ തിരയുന്നു? और इस प्रकार उसने कहा कि तुम किसी को ढूंढ रहा है, അത് ഞാൻ തന്നെ. वो मैं ही हूँ। മനസ്സിലാക്കുന്നു? അപ്പൊ ചിലപ്പോ പതർച്ച കടന്നു വരാം, हमारी जिंदगी में गिरने पड़ेगा, നമ്മൾ ഇടറിപ്പോകാം, हम पीछे आंटेंगे, ചിലപ്പോൾ നമ്മൾ ഭാരപ്പെടാം, हम बोझ उठाएंगे, ചിലപ്പോൾ നമ്മൾ വഴുതി പോകാം. कई बार निकल जाते പക്ഷെ हैं। അവിടെ കിടക്കല് പെട്ടെന്ന് ഇരട്ടിപ്പങ്ക് ശക്തിയോടെ ചാടി പുറത്തു വരാം. वहां ही नहीं रहना है, उठना है वहां से। ചിലപ്പോൾ നമ്മൾ സ്തോത്രം അതെ വ്യാകുലപ്പെടുന്നവരായിരിക്കും, व्याकुल रहने वाले होंगे, പക്ഷെ അതിൽ കണ്ടിന്യൂ ചെയ്യല്ല, लेकिन उसमें ही आगे नहीं बढ़ना, പുറത്തു വരണം. उससे छोड़कर आगे ഹേ बढ़ना। ദുരാത്മാവേ, നിങ്ങൾ ആരെ തിരയുന്നു? हे बुरात्मा, आप दूर से हो जा, അത് ഞാൻ തന്നെ. ये मैं हूँ। ജയിക്കുന്നവൻ ഞാൻ തന്നെ, विजय पाने वाला मैं ही हूँ, മുന്നോട്ട് പോകുന്നവൻ ഞാൻ തന്നെ. आगे बढ़ने वाला मैं ही हूँ। വിശ്വാസത്തിന്റെ ശബ്ദം വിളിച്ചു പറയണം. विश्वास के बाद शब्द को निकलना है। വേദപുസ്തകം പറയുന്നു, റോമർക്ക് ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, रोमियो की पत्रिका 10वां अध्याय 9वां वचन पढ़ने के समय में, വിശ്വാസത്തിന്റെ വചനത്താലാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം ആരംഭിച്ചത് തന്നെ. विश्वास के वचन से ही आप आत्मिक जिंदगी को आगे बढ़ाया है। നിങ്ങളുടെ ആത്മീയ ജീവിതം ആരംഭിച്ചത് നിങ്ങൾ ചർച്ച വന്നിട്ടല്ല, आप प्रभु की कलीसिया में आकर विश्वास को नहीं बढ़ाया, നിങ്ങൾ സ്നാനപ്പെട്ടതോടെ അല്ല ആത്മീയ ജീവിതം ആരംഭിച്ചത്. बपतिस्मा लिया इसके लिए विश्वास, आत्मिक जिंदगी नहीं बढ़ाया। യേശു കർത്താവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് യേശു കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് കൊണ്ടാണ് നീ രക്ഷിക്കപ്പെട്ടത്. यीशु ने अपने मुंह से इस प्रकार बोला गया कि यीशु मेरा उद्धार करता है, वो ही मेरा रखवाला है, वो ही मुझे आगे बढ़ाएगा करके बोलने से ही आपके अंदर विश्वास बढ़ा। യേശു കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോഴാണ് നിന്റെ ആത്മീയ ജീവിതം ആരംഭിച്ചത്. यीशु मसीह है मेरे विश्वास के कर्ता करके मेरे मुंह से बोलने से ही विश्वास के अनुभव आगे बढ़ा। യേശു കർത്താവെന്ന് എന്തോ വാക്കിനാ പറഞ്ഞേ? വിശ്വാസത്തിന്റെ വചനത്താലാണ് പറഞ്ഞത്. यीशु मेरे जिंदगी का कर्ता है करके किस बातों से कहा? विश्वास से। നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിച്ചത് വിശ്വാസത്തിന്റെ വചനത്താലാണ്. आत्मिक जिंदगी विश्वास के शब्दों से निकल गया है। ദൈവം ഈ ലോകത്തെ മുഴുവൻ, ഈ പ്രകൃതിയും പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതും വിശ്വാസത്തിന്റെ വചനത്താലാണ്. प्रभु ने इस पूरी तरह के अनुभव को सृष्टि किया, वो भी विश्वास के वचन से। ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. प्रभु ने बताया ज्योति होने दे। ദൈവം പറഞ്ഞു അതെ മൃഗങ്ങൾ ചലിക്കട്ടെ. प्रभु ने बोला कि जानवर चलने पाए। നിങ്ങൾ ആദ്യത്തെ 5 ദിവസത്തെ ക്രിയേഷൻ നോക്കിയാൽ ഒരു വശത്തെ ദൈവം പറഞ്ഞിട്ടിരുന്നു, മറുവശത്ത് ഉളവായിക്കൊണ്ടിരുന്നു. और एक जगह पर प्रभु बताया जा रहा है, एक जगह पर होते ही जा रहा है। ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. प्रभु ने बोला ज्योति होने दे। ദൈവം പറഞ്ഞു വൃക്ഷലതാദികൾ മുളച്ചു വരട്ടെ. और सारे प्रकार के पहाड़ होने दे। സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഉളവാകട്ടെ. सूर्य और चंद्र सब होने दे। സകലത്തിനെ ദൈവം ഒന്നുമില്ലായ്മ വിളിച്ചു വരുത്തി. किसी भी तरह के ना रहने वाले से सब पूछने भूला। അർത്ഥം ദൈവത്തിൽ കൺഫ്യൂഷൻ ഇല്ല, ദൈവത്തിൽ അവിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസം മാത്രമേ ഉള്ളൂ. मतलब प्रभु यीशु मसीह को कंफ्यूजन नहीं है, प्रभु का किसी भी तरफ का मतलब नहीं है, उनको विश्वास ही है। ദൈവം പറയുന്നെങ്കിൽ, ദൈവം സംസാരിക്കുമ്പോൾ വിശ്വാസം മാത്രമേ സംസാരിക്കത്തുള്ളൂ. अगर प्रभु जो कुछ भी बात बताएगा विश्वास की बात ही बताएंगे। അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ സംസാരിക്കുമ്പോഴും വിശ്വാസം മാത്രം സംസാരിക്കട്ടെ. इसके लिए प्रभु के बच्चे जब बात करेंगे विश्वास से ही बात करना है। കാരണം ദൈവത്തിന്റെ DNA, സ്പിരിച്വൽ DNA, RNA ആണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. और प्रभु ने स्पिरिचुअल आत्मिक DNA जो दिया गया है वो विश्वास के अनुभव दिया गया है। വിശ്വാസത്തിന്റെ ദൈവത്തിന് അവിശ്വാസത്തിന്റെ കൺഫ്യൂഷന്റെ മക്കൾ ഉണ്ടാകത്തില്ല. और विश्वास के परमेश्वर को अविश्वास के बच्चे नहीं पैदा होंगे। ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മലയാളി മാതാപിതാക്കൾക്ക് ഒരിക്കലും പഞ്ചാബി കുട്ടികൾ ജനിക്കാറില്ല. मलयाली मल्लू रहने वाले माता पिता को पंजाबी बच्चे जन्म नहीं होगा। തമിഴ്നാട്ടിലെ മാതാപിതാക്കൾക്ക് രാജസ്ഥാനി കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ല. और तमिल माता पिता को राजस्थान के बच्चे पैदा नहीं होंगे। ഇതേപോലെ തന്നെ വിശ്വാസത്തിന്റെ കർത്താവിന് അവിശ്വാസത്തിന്റെ മക്കൾ ഉണ്ടാകത്തില്ല. इस तरीका ही विश्वास के परमेश्वर को अविश्वास के बच्चे नहीं पैदा होंगे। അതുകൊണ്ട് ഇന്ന് ശൂന്യമായിരിക്കാം, और आप शून्य रहेंगे, ഇന്ന് പാടായിരിക്കാം, आप पूरी तरह से शून्य रहेंगे, സാഹചര്യങ്ങളെ പറയല്ലേ, लेकिन अवस्था को नहीं बताए। ഈ സ്ഥിതി മാറുവാൻ പോകുന്നു. ये अनुभव पूरी तरह से दूर हो
जाएगा, എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ मेरा പോകുന്നു. जिंदगी आशीष से भरपूर होगा, എന്റെ അടുത്ത വർഷം ഒത്തിരി നന്നാകാൻ പോകുന്നു. मैं अगले साल आगे बढ़ूंगा, എന്റെ മക്കൾ ഏറ്റവും മാനിക്കപ്പെടുവാൻ मेरे പോകുന്നു. बच्चे ठीक आगे बढ़ेंगे. ആ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു വച്ച് അനുഗ്രഹത്തിന്റെ വചനം പറയണം. बच्चों को निकाल के आशीष के वचन അവരെ बताइए, നോക്കി പറയണം, നീ ഭൂതങ്ങളെ പുറത്താക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കുന്നത്, നീ പ്രവചിക്കുന്നത് ഞാൻ കാണുവാൻ പോകുന്നു. तो देख के बोलिएगा, तू अशुद्धात्मा को दूर करेगा, रोगों को बीमारियों को चंगा करेगा करके बोल दीजिए. അതെ, നിങ്ങൾ ഉന്നത പദവിയിലെത്തുന്ന ഞാൻ കാണുവാൻ പോകുന്നു. आप ऊंचाई पद में आने वाले मैं देख रहा हूँ. സോ വിശ്വാസത്തിന്റെ വചനത്തെ പറയണം. विश्वास के वचन को बताइए. സ്തോത്രം. നമ്പർ 1, ഒരു വിശ്വാസി പറയേണ്ടത് വിശ്വാസത്തിന്റെ വചനമാണ്. विश्वास से बोलने वाला बात विश्वास के वचन. 2 കൊലോസി ലേഖനം 4-6 വാക്യമ്പോൾ കൊലോസ്യൻ की पत्री 4 अध्याय और 6वां वचन पढ़ने के समय അവിടെ में വേദപുസ്തകം മറ്റൊരു വാക്കിനെ കുറിച്ച് പറയുന്നു, കൃപയോട് കൂടിയാനാൽ ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായ വാക്കുകൾ. और यहाँ पर बताया गया है, तुम्हारे वचन सदा अनुग्रह सहित और सोलना की, और तुम मनुष्य के उचित കൃപയുടെ വാക്കുകൾ. कृपा की वचन, കൃപയുടെ വാക്കുകൾ. कृपा की वचन. ഒന്ന് വിശ്വാസത്തിന്റെ വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. हम विश्वास के वचन बताना है. 2 ദൈവ കൃപയുടെ വാക്കുകളാണ് പറയേണ്ടത്. परमेश्वर की कृपा के वचन बताना है. സ്തോത്രം. എന്താ കൃപയുടെ വാക്കിന്റെ പ്രത്യേകത? क्या है कृपा के वचन की? പിന്നെ തുടർന്ന് പറയുന്നു, ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായ വാക്കുകൾ. नमक से भी अधिक रुचि देने वाले हैं. കൃപയ്ക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ടല്ലോ. कृपा को कई प्रकार के मतलब है, അതിലൊന്നിതാണ് ദൈവത്തിന്റെ കഴിവാണ്, ദൈവത്തിന്റെ കൃപ. और प्रभु की जो करना है वो ही प्रभु की कृपा है. 1 കൊരിന്ത്യർ 15:10 അങ്ങനെ പറയുന്നു. पहला कोरिन्थी 15 अध्याय के 10वां पद बताया गया है. പൗലോസ് പറയുകയാണ്, पौलुस बताता है, ഞാനല്ല അധ്വാനിച്ചത്, मैंने कुछ भी नहीं किया गया, എന്നിലുള്ള ദൈവത്തിന്റെ കൃപയാണ് അധ്വാനിച്ചത്. मेरे जिंदगी में रहने वाला प्रभु ने कृपा ने किया है. അപ്പൊ കൃപ ഒരിടത്ത് വെറുതെ ഇരിക്കത്തില്ല. कृपा एक जगह पर नहीं रहता. കൃപ വീടിന്റെ ഒരു മൂലയ്ക്ക് ഒരു ജീവനില്ലാത്ത പ്ലാസ്റ്റിക് കസേര കിടക്കുന്ന പോലെ കൃപ വെറുതെ ഇരിക്കത്തില്ല. प्लास्टिक कुर्सी कैसा आगे बढ़ते हैं वैसा एक कृपा दूर नहीं रहता. ദൈവത്തിന്റെ കൃപ വെറുതെ ഇരിക്കത്തില്ല, അത് ജീവനുള്ളതാണ്, അത് പ്രവർത്തിക്കുന്നതാണ്. प्रभु की कृपा किसी भी तरफ अलग नहीं रहता, वो जिंदा है, वो कार्य करता है. കാരണം ദൈവം ജീവിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നു. उनकी प्रभु जिंदा है, उनका कृपा भी जिंदा की काम करते हैं. കൃപയുടെ വചനം എന്ന് പറഞ്ഞാൽ कृपा के वचन बता पालो. എന്ത് നിനക്ക് കഴിയത്തില്ല എന്നല്ല പറയേണ്ടത്, എന്ത് ദൈവത്തിന് നിന്നിലൂടെ ചെയ്യുവാൻ കഴിയും അതാണ് നീ പറയേണ്ടത്. तेरे से कुछ ना होगा नहीं, तेरे से कुछ भी होगा करके बोलना है. യേശുവിന്റെ നാമത്തില് यीशु मसीह के नाम में തിന്മകൾ പറയല്ലേ, बुराई बात नहीं कहना. കൃപയുടെ നന്മകൾ പറഞ്ഞാട്ടെ. कृपा की अच्छी बात बताइए. കൃപ ബലഹീനപ്പെടുത്തുന്നതല്ല, കൃപ ബലപ്പെടുത്തുന്നതാണ്. आपको कृपा पिछाई नहीं बनाता है, लेकिन ऊंचाई में आगे बढ़ाता है. ചില ആൾക്കാർ വാ തുറന്നാൽ തിന്മയെ പറയത്തുള്ളൂ. कई लोग मुंह खोलने से बुराई बोलते हैं. ചില ആൾക്കാർ സ്തോത്രം അത് നിന്നോട് വന്ന് സംസാരിച്ച 7 പ്രാവശ്യം കുളിച്ചാലും അതിന്റെ നാറ്റം തീരത്തില്ല. कई लोग मेरे पास आके बात करने के समय में 7 साल स्नान किया तो भी वो बुरा नहीं बोलता नहीं. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു സ്ഥലത്ത് ഒരിടത്ത് ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. कई सालों से पहले एक जगह पर बड़ा एक मीटिंग हो रहा है. ആ രാജ്യത്തുള്ള ആൾക്കാർ കാണുന്നത് കൊണ്ട് ആ രാജ്യം ഞാൻ പറയത്തില്ല. उस जगह के लोग मुझे देख रहा है, इसके लिए उस जगह का नाम बता रहे हैं. 3 ദിവസം ഒരാൾ വന്ന് നിങ്ങൾ ചിലരിങ്ങനെ തുറച്ചു നോക്കുന്നത് പോലെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിരുന്നു. 3 दिन जैसे आप लोग मुझे देख रहा है वैसे ही एक आदमी आके मुझे देखते ही बैठा. ഒരനക്കമില്ല, കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ 3 ദിവസം പുള്ളി ഇരുന്നു. और सियोन पहाड़ के समान वो ऐसे ही बैठा है 3 दिन. 3 ദിവസം മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. 3 दिन का मीटिंग तो अच्छा था. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പതുക്കെ എന്റെ അടുത്ത് വന്നു. सफा होने के बाद वो मेरे पास आया എന്നിട്ട് പ്രകാരം പറഞ്ഞു, और उसने मुझे ऐसा कहा, മോനെ മോനെ बेटा बेटा ബേട്ടാ 42 വയസ്സ് വരെ നീ ഇങ്ങനെ പോകും, 42 വയസ്സാകുമ്പോ ഹത്തം ഹോഗയാ നിന്റെ പരിപാടി തീരും. और उसने इस प्रकार कहा है कि 42 साल तक तुम ऐसे ही चलेगा, लेकिन उसके बाद तेरा काम खत्म हो जाएगा. പക്ഷെ അന്ന് ഞാൻ ഇങ്ങനെയൊന്നും മയപ്പെട്ട് നിന്നിട്ടില്ല. നിങ്ങളൊക്കെ അന്ന് എനിക്ക് വേണ്ടി ഇത്രയൊന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. അന്ന് നമ്മള് 2 വെച്ച 4 എന്ന് പെരുമാറുന്ന ഒരു കാലമായിരുന്നു. उस समय में मैं ऐसा आराम से रहने वाला नहीं था. आप लोग Yes. उतना मुझे से प्रार्थना नहीं करते थे. अगर 2 रखा तो 4 होगा, ऐसे ही आगे बढ़ने वाला था. അപ്പോ പുള്ളി ഇങ്ങനെ പറഞ്ഞു, 42 വയസ്സ് വരെ നീ ഇങ്ങനെയാകും, അത് കഴിഞ്ഞ് നീ പോകും. 42 साल तक तू ऐसे रहेगा, उसके बाद तू निकल जाएगा. ഞാൻ പുള്ളിയാന്ന് വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ഒരാൾ എന്നോട് ഇത് തന്നെ പറഞ്ഞതേ ഉള്ളൂ. मैंने उसको देख के ऐसा बोला, अभी मेरे से एक आदमी ऐसा ഇപ്പൊ बोला. ഒരാള് ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. एक आदमी ने आके मुझे ऐसे ही बताया गया है. ഒരാൾ കൂടെ പറഞ്ഞത് കേട്ടോ, പുള്ളിയുടെ ആവേശം ആകാശത്തോളം അങ്ങ് ഉയർന്നു. और एक ने ऐसे ही बात किया बोला तो उसके बात आसमान तक पहुंच गया. പുള്ളി എന്റെ 2 കൈക്കും കടന്നു പിടിച്ചിട്ട് ചോദിച്ചു, പറ ആരാ പറഞ്ഞേ? दोनों हाथ मिलाकर उसने कहा कि किसने बोला. ഞാൻ പറഞ്ഞു, സാത്താനാ പറഞ്ഞേ. मैंने
उससे कहा शैतान ने बोला, शैतान ने बोला। ചിലർ നിന്നെ നോക്കി ഇതുപോലെ തിന്മയായിരിക്കും പറയുന്നത്. कई लोग आपको देखकर ऐसा बुरा बात बोल देंगे, നീ ചത്തുപോക, तू नाश हो जाएगा, നിന്റെ കൃപ നഷ്ടപ്പെട്, निकल जाएगा, कृपा निकल നിന്റെ जाएगा, ശുശ്രൂഷ പൊളിയ, तेरा सेवकाई निकल നീ जाएगा, രോഗക്കിടക്കെ വീട്, बीमारी में गिर जाएगा। വെറുതെ വിടൽ. യേശുവിന്റെ നാമത്തിൽ ഇത് ഉടനെ ശാസിച്ചോളണം. उसी समय में यीशु मसीह के अधिकार नाम में डांटना है। ശത്രുവിന്റെ പോസ്റ്റ് ഓഫീസായി പിശാച് ആ വ്യക്തികളെ ഉപയോഗിക്കുകയാണ്. शैतान उस अनुभव को लेकर तेरे पास लेके आते हैं। ലൂസിഫറിന്റെ സ്പീഡ് പോസ്റ്റ് ആണ് നിന്നോട് അപ്പോൾ സംസാരിച്ചത്. लूसीफर के स्पीड पोस्ट को लेके आके बताता അത് है, നിന്റെ മേൽ വീഴാൻ നീ സമ്മതിക്കല്ലേ. യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ചെയ്തോളണം. आपके और गिरने के लिए नहीं देना है, यीशु मसीह के नाम में उसको डांटना है। ഉടനെ നീ പറഞ്ഞോളണം, എനിക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. जल्दी आप बोलना है, मेरे विरोध आने वाले जो कुछ भी मेरे और फलवंत नहीं होगा। യേശുവിന്റെ നാമത്തില് यीशु मसीह के नाम में കൃപയില്ലാത്ത ഒരു വാക്കും നിന്റെ മേൽ വീഴാൻ, നിന്റെ കുഞ്ഞുങ്ങളെ മേൽ, നിന്റെ ഭവനത്തിന്മേൽ വീഴാൻ സമ്മതിക്കല്ലേ. कृपा के बिना रहने वाले किसी भी बात आपके और आपके बच्चे की और ना गिरना है। കൃപയുടെ വാക്കുകൾ മാത്രം നമുക്ക് മതി. केवल कृपा की शब्द हमारे लिए काफी है। കൃപയില്ലാത്ത വാക്ക് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിൽക്കുന്ന പഞ്ചായത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാട്ടെ. कृपा ना रहने वाले लोग अगर कोई बात बोले तो वो पंचायत से भी निकल जाए। കാരണം എന്റെ ദൈവം സംസാരിക്കുമ്പോൾ കൃപയില്ലാതെ സംസാരിക്കത്തില്ല. അവൻ കൃപയുടെ ഉടമസ്ഥനാണ്. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാണ്. അവൻ കൃപയുടെ വാക്ക് മാത്രമേ പറയത്തുള്ളൂ. और प्रभु करुणा और कृपा से भलाई से भरपूर है, वो केवल भलाई के बात बताएंगे हर समय। അതുകൊണ്ട് തിന്മ പറവാൻ നാക്ക് ചൊറഞ്ഞാലും ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം. പറയല് കൃപയുടെ വാക്ക് മാത്രമേ പറയാവൂ. अगर जीव अगर बुराई बात करने के लिए भी बताएंगे तो आप छोड़ देना है उसी बात को। ആമേൻ. സ്തോത്രം. ഒന്ന് വിശ്വാസത്തിന്റെ ശബ്ദമായിരിക്കട്ടെ നിങ്ങളുടെ पहले ശബ്ദം. विश्वास के शब्द होने पाए, രണ്ട് കൃപയുടെ ശബ്ദമായിരിക്കട്ടെ സ്തോത്രം നിങ്ങളുടെ ശബ്ദം. दूसरे बात कृपा के शब्द होने पाए, മൂന്നാമത് വേറൊരു വാക്ക് ഞാൻ പറയട്ടെ. तीसरा और एक बात बताना चाहता സ്തോത്രം. हूं, അതെ, സൗഖ്യത്തിന്റെ വിടുതലിന്റെ വാക്കായിരിക്കണം നിങ്ങളുടെ चंगाई നാമം. का और छुटकारा का बात होना है। ആ സൗഖ്യത്തിന്റെ വിടുതലിന്റെ ശബ്ദമായിരിക്കണം നിങ്ങളുടെ ശബ്ദം. चंगाई का और छुटकारा का शब्द होना है। അതൊരു ഫിസിക്കൽ ഹീലിംഗ് മാത്രമല്ല ഞാൻ പറയുന്നത്. केवल शारीरिक चंगाई नहीं, മനസ്സിന്റെ ആശ്വാസം, मन की भी चंगाई होना है, മനസ്സിന്റെ സൗഖ്യം. मन की भी चंगाई होना ചിലർക്ക് है। ശരീരത്തിന് രോഗമൊന്നും കാണത്തില്ല, कई लोगों को शरीर में बीमारी नहीं പക്ഷേ दिखेगी, അവരുടെ മനസ്സ് സ്വസ്ഥതയായിരിക്കത്തില്ല. लेकिन उनके मन पूरी तरह से निकलता हुआ എന്നാൽ है। ദൈവമായ കർത്താവ് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും സൗഖ്യമാക്കാൻ लेकिन ആഗ്രഹിക്കുന്നു. प्रभु यीशु मसीह आपके शरीर को और आपके मन को चंगा करना चाहता है। 147 സങ്കീർത്തനം 3 വാക്യം പറയുന്നു, एक तो भजन संगीता और तीसरा बात बताता है, ഓ സ്തോത്രം. ദൈവം തകർന്ന ഹൃദയങ്ങളെ അവൻ സൗഖ്യമാക്കുന്നവനാണ്. टूटा हुआ मन को वो ठीक करता है। അതെ, ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളുടെ വാക്കുകൾ സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും വാക്കുകളായിരിക്കട്ടെ. हर समय में आपके वचन, आपके शब्द चंगाई और छुटकारा होना पाए। ആ അപ്പോസ്തല പ്രവൃത്തികളിൽ പുസ്തകം 9 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ प्रेरितों के किताब और 9 अध्याय पढ़ने के समय में ഇതാ പത്രോസ് ഒരു വാക്ക് പറയുകയാണ്. पत्रुस एक बात बताता है, ഓ, ഒരു സൗഖ്യത്തിന്റെ വിടുതലിന്റെ വാക്ക് പത്രോസ് പറയുകയാണ്. चंगाई और छुटकारे के बाद वो बताता है। അപ്പോസ്തല പ്രവൃത്തി 9:34. അപ്പോസ്തല പ്രവൃത്തി 9:34. प्रेरितों के काम 9 अध्याय 32वां वाक्य। ആ അവിടെ ഇതാ അയന്യാസ് എന്ന് പേരുള്ളതാ, അയനയാസ് എന്ന് പേരുള്ളതായി ഒരു മനുഷ്യൻ പാരാലിസിസ് ആയി തളർവാദ രോഗിയായി കിടക്കുകയാണ്. पत्रस ने उसे कहा, एनियास नाम के एक बच्चे बिछाने के बीच का गया। അയന്യാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. एनियास, यीशु मसीह तुझे चंगा करता है, उठ अपना बिछाना बिछा था, पकड़ उठ गया। നോക്കുക, ഇവിടെ ഹീലിംഗ് മെത്തേഡ്സ്, ഒരു ഹീലിംഗ് മെത്തേഡ് ഇവിടെ കാണുവാൻ ഗുണം. चंगा के एक मतलब इधर बताया गया है। അവിടെ പോയി പ്രാർത്ഥിക്കുകയല്ല, वहां जाके प्रार्थना नहीं कर रहा അവന്റെ है, മേൽ കൈവയ്ക്കുകയല്ല, उनके और हाथ नहीं बढ़ा रहा है, അവന്റെ മേൽ എണ്ണ പൂശുകയല്ല, उनके और तेल नहीं बना रहा है, അവന്റെ മേല് നിഴലത്ത് സ്പർശിക്കുകയല്ല, उनके और आगे नहीं बढ़ रहा है, അവന്റെ മേല് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഹാൻകർച്ചിഫ് ഇടുകയല്ല. उनके और प्रार्थना करके हैंडकरचीफ नहीं भेज रहा है। ഇങ്ങനെയൊക്കെ സൗഖ്യം, സ്തോത്രം, അതെ നമുക്ക് കാണുവാൻ കഴിയും. ऐसे सब चंगाई हम देख सकते हैं। അതെ, ഹാൻകർച്ചിഫ് കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം നടന്നിട്ടുണ്ട്. कपड़े डाल के चंगा दिया हुआ बातें हम देखते हैं। നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. कई बातों की लोड देते हैं, चंगा प्राप्त किया गया എണ്ണ है। തേച്ച് പ്രാർത്ഥിച്ച് എണ്ണ പൂശി സൗഖ്യം വന്നിട്ടുണ്ട്. तेल लगाने से चंगा प्राप्त किया है, പ്രാർത്ഥിച്ച് കൈവച്ച് സൗഖ്യം വന്നിട്ടുണ്ട്. प्रार्थना में हाथ रख के चंगा प्राप्त किया है। വേദ പുസ്തകം ഒരു സൗഖ്യത്തിന്റെ പുസ്തകമാണ്. प्रभु की वचन चंगा का पुस्तक है। Come on, ബൈബിൾ ഒരു സൗഖ്യത്തിന്റെ പുസ്തകമാണ്. पवित्र शास्त्र
चंगा के पुस्तक है। കാരണം ദൈവം നിങ്ങൾക്ക് രോഗം തരുന്നവനല്ല, ദൈവം നിങ്ങളെ സൗഖ്യം തരുന്നവനാണ്. प्रभु यीशु मसीह आपको बीमार देने वाला नहीं है, चंगाई देने वाला है। ഇന്ന് രാത്രിയിലും നൂറുകണക്കിന് വ്യക്തികൾ രോഗികളായിരിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. आज रात भी अगर आप बीमारी में है, यीशु मसीह के नाम में आप चंगा पाने पाए। എല്ലാ മീറ്റിംഗിന് നമ്മൾ വരുമ്പോഴും നമ്മൾ സൗഖ്യം പ്രതീക്ഷിക്കുകയാണ്. हर समय Yes. पर हम मीटिंग में आने के समय में चंगा प्राप्त करना है। എത്ര പേർ ആമേൻ പറയുന്നു? कितने लोग आमीन बोलेंगे? Yes, എല്ലാ മീറ്റിംഗിന് വരുമ്പോഴും ജനം സൗഖ്യമാകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം വരാൻ. हर समय में हम चंगाई प्राप्त करते हुए आगे बढ़ना है, കാരണം അത് ജീസസ് സ്റ്റൈലാണ്. क्योंकि यीशु मसीह देता है। ഞാൻ പറഞ്ഞ അതായത് പെന്റക്കോസ്റ്റൽ സ്റ്റൈലോ കാത്തലിക് സ്റ്റൈലോ മെത്തഡിസ്റ്റ് സ്റ്റൈലോ മർത്തോമ സ്റ്റൈലോ CSI സ്റ്റൈലോ അല്ലാതെ ജീസസ് സ്റ്റൈലാണ്. पेंटिकॉस्ट या ऑर्थोडॉक्स या याकोबाइट या CSI स्टाइल नहीं है, वो यीशु मसीह के स्टाइल है। വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തില് രോഗശാന്തിക്കെതിരെ മീഡിയ വലിയൊരു ആക്രമണം നടത്തുകയുണ്ടായി. सालों से पहले चंगाई के विरुद्ध मीडिया ने केरला में एक बहुत बड़ा आक्रमण बताया। അന്ന് ചില സഭകളുടെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി कलीसिया के लोग एक साथ मिल गया, മീഡിയ വിളിച്ചിട്ട് പ്രകാരം പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞു, मीडिया को बुलाकर इस प्रकार कहा, ഞങ്ങൾ രോഗശാന്തി ഒന്നും ചെയ്യത്തില്ല, हम लोग चंगाई कुछ नहीं करेंगे, രോഗശാന്തി ഇല്ല, हमें चंगाई नहीं है। നാണക്കേട്. वो पूरी तरह से अन्य बात है। സ്തോത്രം. എന്നാൽ യേശു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. यीशु मसीह आज भी रोग बीमारियों को चंगा करता है। യേശു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. बीमारियों को आज ही भी यीशु യേശു चंगा ഇന്നും करता है। ഭൂതങ്ങളെ പുറത്താക്കുന്നു. अशुद्धात्मा को प्रभु यीशु मसीह दूर करता है। സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറ. समाचार के बारे में मैं लज्जित नहीं हूँ। അതെ, ഇന്നും യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. आज भी यीशु मसीह बीमारियों को चंगा करता है। യേശുവിന്റെ ശുശ്രൂഷ നോക്കുമ്പോൾ 70% സൗഖ്യവും വിടുതലുമായിരുന്നു. यीशु मसीह को सेवकाई देखा तो 70% पूरी तरह से चंगाई और छुटकारा थे। ഒരിക്കൽ കൂടെ 70% of the public ministry of Lord Jesus Christ was totally contained with healing and deliverance. 70% पूरी तरह से यीशु मसीह के सेवकाई चंगाई और छुटकारे के थे। അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നു, और प्रेरितों के काम 10वां अध्याय 38वां वाक्य बताता है, അവൻ സൗഖ്യമാക്കിയും കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. और वो चंगाई देते हुए आगे बढ़ाया। അവൻ സൗഖ്യമാക്കിയും കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. वो चंगाई करते हुए आगे बढ़ाया। അവൻ ഭൂതം ബാധിച്ചവരെ സൗഖ്യമാക്കി വിടുവിച്ച് സൗഖ്യമാക്കിക്കൊണ്ടവൻ ചുറ്റി സഞ്ചരിച്ചു. अशुद्धात्मा रहने वाले को पूरी तरह से चंगाई करके वो आगे बढ़ाया। ആ യേശു ഇന്നും ജീവിക്കുന്നു. वो यीशु आज भी जिंदा ആ है। യേശു ഇന്ന് നിങ്ങളിൽ ഇരിക്കുന്നു. वो यीशु आप में है। അതുകൊണ്ട് ആ യേശുവിന്റെ വചനം നിങ്ങളുടെ നാവിന്മേൽ കടന്നു വരുമ്പോൾ അത് സൗഖ്യത്തിന്റെ വചനമായിരിക്കും, അത് വിടുതലിന്റെ വചനമായിരിക്കും. उस यीशु मसीह के वचन आपके जिबी में आ जाएंगे तो आपके वचन जिंदगी में पूरी तरह से चंगाई और छुटकारा हो जाएंगे। ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാട്ടെ, घर में बैठकर प्रार्थना कीजिए, കൃപയിൽ ജ്വലിച്ചാട്ടെ. कृपा में आगे बढ़िएगा। ഞാൻ വിശ്വസിക്കുന്ന ഈ കോവിഡ് കാലം കഴിഞ്ഞ് ദൈവത്തിന്റെ ജനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാ വിശ്വാസികളുടെ കൂട്ട സൗഖ്യങ്ങളും വിടുതലുകളും ദൈവം ചെയ്യുവാൻ പോകുകയാണ്. इस कोविड के अनुभव को दूर करते हुए आप घर से बाहर आएंगे, आप पूरी तरह से चंगाई के अनुभव पूरी तरह से देखेंगे। ഏതോ പട്ടണങ്ങളിൽ ഏതോ VIP ദൈവദാസന്മാർ വരണമായിരുന്നു വിടുതൽ കാണണമെങ്കിൽ. कई बार ऐसा देखना है, किसी जगह से कई लोग आना है, എന്നാൽ ഈ സ്തോത്രം ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. लेकिन विश्वास जो करेंगे उनमें से ये अद्भुत कार्य होगा। നിങ്ങൾ എല്ലാവരിലൂടെ നിങ്ങളുടെ വിരൽ തുമ്പകളിലൂടെ ഭൂതങ്ങൾ പുറത്തു പോകും, നിങ്ങളുടെ കൈക്കീഴിൽ രോഗികൾ സൗഖ്യമാകും. आपके हाथों के द्वारा पूरी तरह से अशुद्धात्मा निकल जाएगा और रोग बीमारियों चंगा प्राप्त करेंगे। നിങ്ങളുടെ വിരലുകൾ വിടുതലിന്റെ വിരലുകളും നിങ്ങളുടെ കരങ്ങൾ സൗഖ്യത്തിന്റെ കരങ്ങളുമാകുന്ന കാലങ്ങളാണിത്. आपके उंगलियां छुटकारे के और आपके हाथ चंगाई के हाथ बन जाएंगे। അതിനായി നിങ്ങളുടെ ആധരങ്ങളിൽ സൗഖ്യത്തിന്റെ വചനം इसके ഉണ്ടായിരിക്കട്ടെ. लिए आपके जीभ में चंगाई के वचन होने पाए। ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങളുടെ അധരത്തിൽ സൗഖ്യത്തിന്റെ വചനമുണ്ടെങ്കിൽ, आपके जीभ में चंगाई के वचन है तो നിങ്ങളുടെ വിരലുകൾ വിടുതലിന്റെ വിരലുകളായിരിക്കും, നിങ്ങളുടെ കരങ്ങൾ സൗഖ്യത്തിന്റെ आपके കരങ്ങളായിരിക്കും. उंगलियां छुटकारे के और आपके हाथ चंगाई के हाथ बन जाएंगे। വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ചു. विश्वास जो कोई करेंगे हाथों को बढ़ाइए और प्रभु की धन्यवाद कहे। നിങ്ങളുടെ അധരത്തിൽ ദൈവത്തിന്റെ വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും വചനം ഉണ്ടായിരിക്കട്ടെ. आपके मुंह में आपके जीभ में चंगाई और छुटकारे के वचन होने पाए। 107 സങ്കീർത്തനം 20 വാക്യം പറയുന്നു, 17 और 20वां वचन संगीत इस प्रकार बताता है, അവൻ വചനം അയച്ച് നമ്മെ वो സൗഖ്യമാക്കുന്നു. अपने वचन को बेचकर हमें चंगाई देता ആ है। വചനം ലൈബ്രറിയിലോ ഇന്റർനെറ്റിലോ അല്ല, ആ വചനം നിങ്ങളുടെ നാവിലാണുള്ളത്. वो चंगाई इंटरनेट में या लाइब्रेरी में नहीं, आपके वचन में आपके जीव में दिया गया है। സോ നിങ്ങൾ നാവിൽ ജയിക്കുന്നവരാണ്. आप जीव में विजय पाने वाले हैं। വിശ്വാസത്തിന്റെ വചനങ്ങള്, विश्वास के वचन, കൃപയുടെ വചനങ്ങള്,
कृपा के वचन, സൗഖ്യത്തിന്റെ വിടുതലിന്റെ വചനങ്ങൾ, छुटकारा और चंगाई के वचन। 4 സ്തോത്രം പ്രവചന വചനങ്ങൾ നിങ്ങളുടെ നാവിൽ ഉണ്ടായിരിക്കുക. आपके जीभ में भविष्यवाणी के वचन होना है। 1 കൊരിന്ത്യർ 14 നിങ്ങൾ വായിക്കുമ്പോൾ, पहला कोरिन्थी 14 अध्याय पढ़ने के समय में, അതിന്റെ റെഫറൻസ് ഞാൻ പറയത്തില്ല, 1 കൊരിന്ത്യർ 14 എന്ന് മാത്രമേ പറയത്തുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. और पहला कोरिन्थी 14 अध्याय बताऊंगा, बाकी आप ढूंढ लीजिएगा, होमवर्क है। അതിൽ പൗലോസ് പറയുന്നു നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം. उसमें प्रभु पौलुस कहता है कि आप सभी लोग भविष्यवाणी നിങ്ങൾ देना है, എല്ലാവരും പ്രവചിക്കണം. सभी लोग उपदेश देना है, നിങ്ങൾ എല്ലാവരും അന്യഭാഷ പറയുകയും വിശേഷാൽ പ്രവചിക്കുകയും ചെയ്യണം. आप सभी लोग अन्य भाषा में बात करना है और भविष्यवाणी देना है। നമ്മുടെ ചർച്ച് കൈയടിക്കുന്ന ചർച്ച് മാത്രമല്ല, പാടുന്ന ചർച്ച് മാത്രമല്ല, നമ്മുടെ ചർച്ച് പ്രവചിക്കുന്ന ചർച്ച് എന്ന് പട്ടണങ്ങൾ അറിയട്ടെ. हमारे कलीसिया केवल हाथ ताली बजाने वाले या गीत गाने वाला नहीं, बल्कि भविष्यवाणी देने वाला कलीसिया बने। നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഈ നാളുകൾ ഓടി വന്ന് മൈക്ക് ഏറ്റെടുത്ത് അതേ ദൈവകൃപയാൽ പറയണം, thus says the Lord, ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു. हमारे छोटे बच्चे भी माइक लेके आके बताना है, हे प्रभु ऐसा बताता गया है। ഓ ഞാൻ കുറെ കാലമായി ഞാൻ ബോറടിക്കുക ഈ മൈക്കും പിടിച്ചിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതില്ല. कई सालों से ऐसा एक साथ खड़ा होकर मैं बोर हो गया हूँ। നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം. आप सभी लोग भविष्यवाणी देना है। സ്തോത്രം. പഴയ നിയമത്തിൽ ഒരു സംഭവം ഉണ്ടായി. पुराने नियम में ऐसे एक अनुभव हुआ। ഓ പഴയ നിയമത്തിൽ ഒരു സംഭവം ഉണ്ടായി. पुराने नियम में ऐसे एक अनुभव हुआ। മോശയുടെ അടുക്കൽ വന്നതായ അതേ ചിലർ പ്രവചിച്ചു. 2 പേർ കൂടാരത്തിൽ ഇരുന്ന് പ്രവചിച്ചു. मूसा के पास आया हुआ कई लोग ने भविष्यवाणी दिया और 2 ने घर में बैठ के भविष्यवाणी दिया। 68 പേർ കൂടാരത്തിന് മുൻപിൽ പ്രവചിച്ചു. 2 പേർ വീട്ടിൽ നിന്ന് പ്രവചിച്ചു. 40 लोग उनके पास आके भविष्यवाणी दिया और 2 लोग ने घर में बैठ के भविष्यवाणी दिया। യഹോവയുടെ ജനം മുഴുവൻ പ്രവാചകന്മാരും പ്രവാചകമായെങ്കിൽ കൊള്ളാമായിരുന്നു. लेकिन मूसा ने कहा कि हर लोग भविष्यवक्ता बनना चाहिए। നടക്കത്തില്ല മോശെ, അത് പഴയ നിയമമാണ്, അന്ന് ചിലർക്ക് മാത്രമേ ദൈവാത്മാവുള്ളൂ. और ऐसा नहीं चलेगा मूसा, क्योंकि वो पुराना नियम है, कई लोग में ही प्रभु की എന്നാൽ आत्मा ഇന്ന് है। നടക്കും മോശെ, ദൈവത്തിന്റെ ആത്മാവ് സകല ജഡത്തിന്മേലും ദൈവമായ കർത്താവ് പകരുന്ന ദിവസങ്ങളാണ്. लेकिन आज चलेगा मूसा, क्योंकि ये नया नियम में है, सभी के और पवित्र आत्मा रहता है। ഓ നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം. आप सभी लोग भविष्यवाणी देना है। ഓ നിങ്ങളുടെ ശബ്ദങ്ങൾ പ്രവചന आपके ശബ്ദങ്ങളായിരിക്കണം. बातें भविष्यवाणी के अनुभव होना है। എങ്ങനെ അറിയാം പ്രവചന ശബ്ദമാണോ എന്ന്? ऐसा मालूम पड़ेगा कि आपके बात भविष्यवाणी है। 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം 3 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, पहला कोरिन्थी 14 अध्याय और 3 वाक्य पढ़ने के समय में പുസ്തകം പറയുന്നു, പ്രവചിക്കുന്ന ദൈവിക പ്രവചനത്തിന് 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. और भविष्यवाणी अगर दिया तो 3 प्रकार के बातें प्रभु की वचन से रहेंगे। ആത്മീയ വർധനം ഉണ്ടായിരിക്കും, പ്രബോധനം ഉണ്ടായിരിക്കും, ആശ്വാസം ഉണ്ടായിരിക്കും. उपदेश रहेंगे, शांति रहेंगे और उन्नति भी रहेंगे। യെസ്, ആത്മീയ വർധനം, ആത്മീയ ഉന്നതി ഉണ്ടായിരിക്കും, ആത്മീയ വർധനം ഉണ്ടായിരിക്കും, പ്രബോധനം ഉണ്ടായിരിക്കും, ആശ്വാസം ഉണ്ടായിരിക്കും. आत्मिक उन्नति रहेंगे, उपदेश रहेंगे और शांति भी रहेंगे। സ്തോത്രം. ആത്മീയ വർധനവിന് വേണ്ടിയാണ് അവൻ സംസാരിക്കുന്നത്. आत्मिक उन्नति के लिए वो बात करेंगे, പ്രബോധനത്തിന് വേണ്ടി രണ്ടാമതായി उपदेश സംസാരിക്കും. के लिए वो बात करेंगे। ഉപദേശം മക്കളെ ഇങ്ങനെ ചെയ്യണേ, ऐसा देख करना है, ഇങ്ങനെ മുന്നോട്ട് പോണേ, ऐसा आगे बढ़ना है, അത് ശരിയല്ല, ഇവണ്ണമായി തീരണേ. वो ठीक नहीं, यही रहना है। സോ ആത്മീയ വർധനവ്, സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും, आत्मिक उन्नति रहेंगे और उपदेश भी रहेंगे, അവസാനം ആശ്വസിപ്പിച്ചായിരിക്കും और നിർത്തുന്നത്. वो शांति भी देता है। യെസ്, ആത്മീയ വർധനവ്, പ്രബോധനം, ആശ്വാസത്തിന്റെ ശബ്ദം. आत्मिक उन्नति, उपदेश और शांति के वचन, ഈ 3 കാര്യം പോയി നാട്ടുകാരെല്ലാരോടും ഒന്ന് പറയണം. ये सारे बातें दुनिया में रहने वाले सभी बोलना है, ഞാനല്ല, നിങ്ങൾ എല്ലാവരും പറയണം. केवल मैं ही नहीं, आप सभी बोलना है। 2020 പ്രവാചകന്മാർ നിങ്ങളാണ്, പ്രവാചികമാർ നിങ്ങളാണ്. 2020 का भविष्यता आप लोग हैं। ഡെയിലി ജനത്തോട് പ്രവചിക്കണം. सभी लोगों से आप भविष्यवाणी देना है। ഫോണിൽ വിളിച്ച് ഡെയിലി ദൈവത്തിന്റെ ദൂത് പറയണം. फोन में बुलाकर डेली उनसे प्रभु की भविष्यवाणी देना है। തോന്നുന്നതല്ല പറയേണ്ടത്, ദൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. जो मुंह में आता वो नहीं बोलना है, उनके लिए प्रार्थना करना അപ്പോൾ है। നിങ്ങളുടെ അകത്തെ മനുഷ്യന് അവരെ കുറിച്ചുള്ള ദൈവ ശബ്ദം കേൾക്കും. तो आपके अंदर रहने वाला मनुष्य उनके बारे में आवाज सुनाई देंगे। നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ കുറിച്ച് ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറന്ന് പല കാര്യങ്ങളെ കാണിക്കും. जब उनके लिए प्रार्थना करेगा, आंखों को खोलकर प्रभु आपको दिखाएगा। കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കും, കാണേണ്ടത് നിങ്ങൾ കാണും. जो देखना है वो आप देखेंगे, जो सुनना है वो आप सुनेंगे। കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കും, കാണേണ്ടത് നിങ്ങൾ കാണും. जो देखना है आप देखेंगे, जो सुनना है सुनेंगे। ഓ പരിശുദ്ധാത്മ പറയേണ്ടത് പറവാൻ നിങ്ങളെ ബലപ്പെടുത്തുകയും पवित्र ചെയ്യും. आत्मा जो बोलना है आपको बुलाएंगे। ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി സംസാരിക്കുക. आत्मिक उन्नति के लिए, उपदेश के लिए, शांति के लिए वो बात करते हैं। എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, जो सुनने वाले भाई बहनों, അതുകൊണ്ട് 4ാമതായി നിങ്ങളുടെ അധരത്തിലൂടെ ഒഴുകുന്നതായ ശബ്ദം അത് പ്രവചന ശബ്ദം ആയിരിക്കും. शब्द बाद आपके मुंह से, जीभ से निकलने वाला शब्द भविष्यवाणी के शब्द होना है। വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. मैं वापस मेरे विषय की ओर आ रहा हूं। എഫെസ്യ ലേഖനം 5ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. एफिसियों के पत्री 5वां अध्याय हम सीख रहे हैं। 5 സ്തോത്രം. അതെ, 6 പൊതുവായ പാപങ്ങളുണ്ട്.
6 साधारण पाप के बारे में बताया। ദൈവസന്നിധി നിഷ്കാസനം ചെയ്യപ്പെടാൻ 5 കാര്യങ്ങളുണ്ട്. प्रभु की उपस्थिति में गिरने वाले 5 बातें പക്ഷേ हैं। ഇതിനെ ജയിപ്പാൻ സ്തോത്രമെന്ന ആയുധവുമുണ്ട്. इसको विजय पाने के लिए धन्यवाद रहने वाले अनुभव है भी है। 13-ാം വാക്യം വരെയും നിങ്ങൾക്ക് ഈ ഒറ്റ സബ്ജക്റ്റ് ആണ് കാണുവാൻ തക്കോണം. 13वां पद तक आप एक ही सब्जेक्ट देखेंगे। അതുകൊണ്ട് അഞ്ചാമത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്തോത്ര സ്വരമാണ് നിങ്ങൾക്ക് और ആവശ്യമായിരിക്കുന്നത്. 5वां शब्द आपके मुंह में रहने वाला है वो धन्यवाद के बेट होना ഒന്ന് चाहिए। വിശ്വാസത്തിന്റെ ശബ്ദം, 2 കൃപയുടെ ശബ്ദം, पहला विश्वास के शब्द, दूसरा कृपा की आवाज, സൗഖ്യത്തിന്റെ വിടുതലിന്റെ ശബ്ദം, छुटकारा और चंगाई के शब्द, പ്രവചന ശബ്ദം, भविष्यवाणी के शब्द, അവസാനമായി ആരാധനാ ശബ്ദം. आराधना के शब्द, ആരാധനാ ശബ്ദം. आराधना के शब्द। ഞായറാഴ്ച മാത്രമല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, केवल रविवार को ही आराधना नहीं करेंगे, എന്നും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. हर दिन आप प्रभु की धन्यवाद देते हुए बेट चलाएंगे। എന്നും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. हर समय में प्रभु की आराधना करना है। ഏകദേശം ഒരു തലമുറ മുൻപ് ഞങ്ങളുടെ മമ്മിയുടെ വീട്ടില് एक पीढ़ी के पहले मेरे मम्मी के घर में വെറും പാവങ്ങളായിരുന്നു. वो साधारण लोग थे। വടക്കേ ഇന്ത്യയിലൂടെ പോകുമ്പോൾ കാണുന്ന ചെറിയ കുടിൽ പോലെ, ചെറിയ ഭവനം പോലെയുള്ള വെറും പാവങ്ങളായിരുന്നു. उत्तर भारत में जाने के समय में छोटे घर के समान ही वो लोग रहते थे। ഞാൻ പറയുന്നത് 1960 മിഡ് 60s ആണ്. 1960 മധ്യ സമയമാണ്. एक पीढ़ी के पहले के बातें मैं बताता हूँ। 1965 മിഡ് ഓഫ് 1965. ഓ, ആ ദിവസങ്ങളിൽ ഒരു ചെറിയ ഭവനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. उनके घर एक बहुत बड़े छोटे घर थे, പക്ഷേ അവരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് രാവിലെ വൈകിട്ട് ഇരിക്കുമ്പോൾ അതൊരു കുട്ടി കൺവെൻഷൻ ആയിരുന്നു. लेकिन उनके घर के प्रार्थना सुबह और शाम को रहने के समय में एक कन्वेंशन के समान रहते थे। അലമാരയില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, പക്ഷെ ആരാധനയുണ്ട്. उनके घर में कुछ भी नहीं है लेकिन आराधना है। കുടുംബ പ്രാർത്ഥന ഒരു കുട്ടി കൺവെൻഷൻ പോലെയായിരുന്നു. उनके घर में का प्रार्थना एक कन्वेंशन के समान था। അതാണ് നമ്മളെയൊക്കെ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നത്. वो ही आज हमें आगे बढ़ा रहा है। അതുകൊണ്ട് ആരാധിക്കുന്ന കുടുംബത്തിന്റെ സന്തതികൾ ചിന്തിപ്പാൻ കഴിയാത്ത ഉയരത്തിൽ റോക്കറ്റുകൾ ഉയരുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വത്തിൽ ഉയരുവാൻ വേണ്ടി പോകുന്നു. जिन घर में आराधना है उन घर के बच्चे पूरी तरह से रॉकेट के समान उठ जाता है। ഈ കോവിഡ് കാലത്ത് ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവനുള്ള ക്രിസ്ത്യാനി എന്ന് ആ പഞ്ചായത്ത് മുഴുവൻ അറിവാൻ ഉച്ചത്തിൽ ആരാധിക്കണം, ഉച്ചത്തിൽ പാട്ട് പാടണം. इस कोविड समय पर आप पंचायत में रहने वाले आप एक मसीह की बच्चे करके आपके सभी लोग जाना है। കൊറോണ ഗോ, കൊറോണ ഗോ, കൊറോണ ഗോ, കൊറോണ ഗോ. പോവാൻ നിൽക്കുന്നൂടെ ഇങ്ങോട്ട് വരത്തേ ഉള്ളൂ. യേശുവിൻ നാമത്തിൽ ഉച്ചത്തിൽ പാടണം, ഉച്ചത്തിൽ ആരാധിക്കണം. कोरोना को जाने के समय में वो वापस आ जाता है, लेकिन यीशु मसीह के नाम में Come on. ऊंचाई से आराधना करना है। അവണ്ണം ശബ്ദമുള്ളവർ 2 കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. जितनी आवाज है उतने आवाज को उठाकर प्रभु की महिमा दे। ആമേൻ. വേദപുസ്തകം പറയുന്നു. बाइबल कहती है അതേ സ്തുതിയുടെ ശബ്ദമാണ് അവസാനമായി നിങ്ങളിൽ നിന്ന് ഉയരേണ്ടത്. धन्यवाद के बेड आपके ओर से बढ़ना चाहिए। എവിടെ സ്തുതിയുണ്ടോ അവിടെ ജയമുണ്ട്. कहा धन्यवाद है वहां पर विजय पाएंगे। സ്തുതി എന്ന് പറയുന്നത്, എനിക്ക് അതൊരു പ്രസംഗമാണ്, പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. സ്തുതി എന്ന് പറയുന്നത് യഹൂദയെ കുറിക്കുന്നു. യഹൂദ എന്ന് പറഞ്ഞാൽ സ്തുതിയെ കുറിക്കുന്നു. यहूदा इस मतलब स्तुति या धन्यवाद। धन्यवाद मतलब यहूदा। യാക്കോബിന്റെ 4ാമത്തെ മകനായിരുന്നു യഹൂദ. याकूब के चौथा बेटे थे यहूदा। 4ാമത്തെ മകനായിരുന്നു യഹൂദ. चौथा बेटे थे यहूदा। പക്ഷെ രാജാക്കന്മാർ മുഴുവൻ വന്നത് യഹൂദയിൽ നിന്നാണ്. यहूदा से ही राजा लोग आ गए थे। മൂത്ത 3 അണ്ണന്മാരിൽ നിന്ന് രാജാക്കന്മാർ വന്നില്ല. और उनके बड़े भाइयों से कोई राजा नहीं आया। ഒന്നാമത്തവൻ രൂബേനായിരുന്നു, पहला वाला रूबेन, രണ്ടാമത്തവൻ ശിമെയി ആയിരുന്നു, दूसरे बाद शिमीन, മൂന്നാമത്തവൻ ലേവി ആയിരുന്നു. तीसरा लेवी। രാജാക്കന്മാർ അവർ ആരിൽ നിന്നും വന്നില്ല. उनमें से किसी से भी राजा नहीं आया। രാജാതി രാജാവ് പോലെ എഴുന്നേറ്റത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. राजाओं का राजा भी यहूदा से निकला। യേശു കർത്താവ് പോലും വന്ന യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. यीशु मसीह भी आया यहूदा से। എന്താ കർത്താവേ നീ യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നത്? हे यीशु ऐसा क्यों उसमें से आया? കർത്താവ് പറയും, വാ പൂട്ടി മിണ്ടാതിരിക്കുന്നവന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. സ്തുതിക്കുന്നവൻ എവിടെയുണ്ടോ, God dwells over the praises of his people. സ്തുതിക്കുന്നവന്റെ മേലാണ് ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നത്. जीभ कोई भी बंद रखे उनमें से मैं आने के लिए नहीं चाहता, लेकिन जो कोई भी मुंह खोलकर प्रभु की स्तुति करते हैं उनकी ओर से मैं आना चाहता हूं। പലരും പലപ്പോഴും സ്തുതിക്കത്തില്ല. कई लोग कई बार स्तुति नहीं करते हैं। അയ്യോ, എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ട്. मुझे मेरे समस्या है। എന്റെ പ്രശ്നം നിങ്ങൾക്ക് അറിയത്തില്ല. मेरे समस्या आप नहीं जानते हैं। നിങ്ങൾക്കില്ലാത്ത കണ്ണുനീരും വിഷമങ്ങളും പ്രശ്നങ്ങളാണ് എനിക്കുള്ളത്. आपको नहीं रहने वाले आंसू समस्या मेरे और है। പക്ഷേ അവസ്ഥ മറന്നൊന്ന് ദൈവത്തെ സ്തുതിച്ചു നോക്ക്, അവിടെ വലിയൊരു ചരിത്രം
മാത്രമായിരിക്കും जो വെളിപ്പെടുന്നത്. वस्तुता को पूरी तरह से भूलकर प्रभु की धन्यवाद करो, एक बहुत बड़ा आश्चर्य काम होगा. ഞാൻ പറയുന്നത് സ്തോത്രം, അതെ, ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ और उत्पत्ति की किताब 19वां अध्याय पढ़ने के समय में അതിന്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ पहल से लेकर 23 तक वचन हम पढ़ने के समय में ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 35 മുതൽ 32 മുതൽ 35 വരെ വായിക്കുമ്പോൾ उत्पत्ति की किताब 29वां अध्याय से 32 से लेकर 45 वचन तक आप पढ़ने के समय में അവിടെ വേദപുസ്തകം പറയുന്നു, അവിടെ ലേയെ കുറിച്ചും അവിടെ റാഹേലിനെ കുറിച്ചുമാണ് ആ ഭാഗത്ത് പറയുന്നത്. वहां पर दो स्त्रियों के बारे में बताता है, एक लेया और एक राहेल. ലേയ അനിഷ്ടയായിരുന്നു യാക്കോബിന്. और लेया उनके सामने दोस्त थे, ലേയ അനിഷ്ടയായിരുന്നു. और लेया याकूब के सामने दोस्त थे. എന്നാൽ ഞാൻ പറയട്ടെ, മനുഷ്യൻ വെറുക്കുമ്പോൾ ദൈവം നിനക്കായി കരുതുന്നു. और मनुष्य आपको छोड़ देते हैं तो प्रभु आपके लिए संभालता है. മനുഷ്യൻ തള്ളുമ്പോൾ ദൈവം താങ്ങുന്നു. मनुष्य आपको दूर करने से प्रभु आपको रखवाला करता है. അവളെ ഇഷ്ടമല്ലായിരുന്നു യാക്കോബിന്. याकूब को किसी भी तरफ लेकर से पसंद नहीं था, ദൈവം അതുകൊണ്ട് തന്നെ അവളെ ഗർഭത്തെ തുറന്നു. लेकिन लेया के गर्भ को प्रभु ने खोल दिया. ആദ്യത്തെ മകനെ പ്രസവിച്ചു. पहला बेटे को जन्म दिया. യഹോവ എന്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവനെ രൂപേൻ എന്ന് പേരിട്ടു. मेरे प्रभु ने मेरा दुख को देखा और उसको रूबेन करके नाम दिया. ഒന്നാമത്തെ മകൻ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിന്റെ സ്നേഹം എനിക്ക് കിട്ടണം, അതുകൊണ്ട് ഒന്നാമത്തെ മകൻ. पहला बेटा जन्म हुआ, पति का प्यार मुझे चाहिए, इसके लिए रूबेन डाल दिया. അവന്റെ പേര് രൂപൻ. उनका नाम रूबेन. നമുക്ക് ഇന്ന് രാത്രി ഇവിടെ ഒരു രൂപനുണ്ട്, അവനെയാണ് ഞാൻ നോക്കിയത്. അതെ, നമ്പർ 2, രണ്ടാമത് 3 വേറൊരു മകനെ അവൾ പിന്നെയും പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടത് കൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞു ശിമിയോൻ എന്ന് പേരിട്ടു. और दूसरे बाद उसने दूसरा बच्चे ने दिया और उसको शिमियोन करके दिया गया है. എന്റെ ഭർത്താവ് എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് ശിമിയോൻ എന്ന് പേരിട്ടു. मेरे पति मुझे जानना है और अच्छा लगना है, इसके लिए शिमियोन डाल दिया. മൂന്നാമത് ലേവി ഇതാ ജനിക്കുകയാണ്. और तीसरा लेवी जन्म ले लिया. എന്നോട് അയാൾ പറ്റിച്ചേരുമെന്ന് പറഞ്ഞ് അവനെ ലേവി എന്ന് പേരിട്ടു. और मेरे साथ वो जुट जाएगा करके बोलकर लेवी डाल दिया. യാക്കോബിനെ ഇഷ്ടം വേണം, യാക്കോബ് എന്നെ പറ്റിച്ചേരണം, യാക്കോബ് എന്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞ് 3 പിള്ളേർക്കും ലോകത്തിലുള്ളതായ കാര്യങ്ങൾ നോക്കിയാണ് പേരിട്ടത്. 3 बच्चे पैदा पहले हुआ, उनको तीनों को मेरा पति मुझे प्यार करना है, मेरे साथ रहना है, मुझे उसके साथ ढूंढना है करके बोलकर दुनिया के चीजों के द्वारा नाम डाल दिया. ഇന്ന് രാത്രി നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? आप क्या सोचते हो? നിങ്ങൾ എന്താ സ്തോത്രം ദൈവത്തോട് എന്താണ് നിങ്ങൾ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? आप इस दुनिया से क्या चाहते हैं? അയ്യോ, അത് ചേരണം, वो मुझे प्यार होना ഇത് है, കിട്ടണം, वो मुझे मिलना है, മറ്റവരുടെ ഇഷ്ടം എനിക്ക് ഉണ്ടാകണം. उसके प्यार मुझे चाहिए. ദൈവത്തിനൊന്നുമില്ല. प्रभु को कुछ भी नहीं. ആദ്യത്തെ 3 ദൈവം കൊടുത്തിട്ടും ദൈവത്തിന് നന്ദി പറഞ്ഞില്ല. पहला 3 बच्चे दिया लेकिन प्रभु को धन्यवाद नहीं दिया. ഈ 3 പിള്ളേരെ കൊടുത്തിട്ടും യാക്കോബിന് ഒരു കുലുക്കോ ഇല്ല. इस 3 बच्चों को दिया तो भी याकूब को किसी भी तरफ का बदलाव എന്ത് नहीं है. ചെയ്താലും മനുഷ്യനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. आप जो कुछ भी करें मनुष्य को किसी भी तरफ आप सहने के लिए नहीं होगा. 4ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ദൈവത്തെ സ്തുതിക്കാം. और चौथा बच्चा जब पैदा हुआ उसने बोला कि मैं प्रभु की धन्यवाद कहूंगा. യെസ്, ഞാൻ ദൈവത്തെ സ്തുതിക്കാം. मैं प्रभु की धन्यवाद कहूंगा. സാഹചര്യം മോശമാണ്, उसका तो बुरा है, അത് ഞാൻ എന്നോട് ചേരുന്നില്ല, वो मेरे साथ रहता नहीं है, അയാൾ എന്നോട് കൂടെ ഇരിക്കുന്നില്ല, वो मेरे साथ नहीं बैठता है, ഞാൻ അനിഷ്ടയാണ്, मैं उनके सामने दुश्मन है, ഞാൻ അനിഷ്ടയാണ്, എനിക്ക് എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് എന്റെ ചുറ്റുമുള്ളത്, मेरे साथ रहने वाले मुझे पसंद ना करने वाले എന്നോട് हैं, ചേരാത്തവരാണ് എന്റെ ചുറ്റുമുള്ളത്, मेरे साथ जुड़ने ना रहने वाले कई लोग मेरे साथ हैं, ഞാൻ തിരസ്കരിക്കപ്പെട്ടതാണ്. पूरी तरह से अलग कर दिया हूं. ഇതിന്റെ നടുവിലും ഞാൻ കരയത്തില്ല, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. इसके बीच में मैं Come रोता on. नहीं हूं लेकिन मैं प्रभु की Come धन्यवाद on. देता हूं. Come on, അതാണ് ഇന്ന് രാത്രി ദൈവം നിന്നിൽ നിന്ന് वो പ്രതീക്ഷിക്കുന്നത്. ही आपसे प्रभु चाहता है. ആരൊക്കെയോ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, कोई तो आपको पसंद नहीं करता, ആരൊക്കെയോ നിന്നെ വെറുത്തിരിക്കുന്നു, आपको अलग किया गया है, ആരൊക്കെയോ നിന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. आपसे कई लोग दूर हो गया പക്ഷേ है. അതിന്റെ നടുവിലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നത് പോലെ ഭയങ്കര ദൈവപ്രവൃത്തിയുടെ ആരംഭം നിന്നിലൂടെ വെളിപ്പെടും. इसके बीच में भी आप प्रभु की स्तुति करते हुए आगे बढ़ेंगे, प्रभु के कार्य आपसे शुरुआत होगा. അത് വേദപുസ്തകം പറയുന്നു, पवित्र आत्मा कहता है ആ സ്തുതിയുടെ ശബ്ദം ഉയർന്നപ്പോൾ जब स्तुति की धन्यवाद की बेट चलाया അത് രാജാക്കന്മാരുടെ ഗോത്രമായി. राजाओं के अनुभव हो गए. ആ ഗോത്രത്തിൽ നിന്ന് ദാവീദ് പുറത്തു വന്നത്, उससे दाऊद बाहर आ गया, ആ ഗോത്രത്തിൽ നിന്നാണ് കർത്താവ് യേശു പോലും ഉദിച്ചത്. यीशु मसीह भी उससे भी बाहर आया. Come on, ഈ ദിവസങ്ങളിൽ നിന്നിൽ നിന്ന് പുതിയത് ഉദിക്കുമാറാകട്ടെ. आपसे नया एक अनुभव आगे बढ़ने पाए. വായി തുറന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. बोलकर प्रभु की धन्यवाद कहे.
है। ഇത് കോവിഡിന്റെ അസ്തമയ സമയമല്ല, ഇത് യേശുവിന്റെ ഉദയ സമയമാണ്. ये कोविड के पूरी तरह से गिराने अनुभव नहीं है, लेकिन यीशु मसीह का ऊंचाई रहने वाला अनुभव है। ജീവിതത്തിന്റെ നന്മകളും വിടുതലുകളും യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയായി ഉദിക്കപ്പെടുമാറാകട്ടെ. आपके जिंदगी की अच्छाई और भलाई प्रभु यीशु मसीह के नाम के कार्य आपके जिंदगी में शुरुआत हो रहे हैं। എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ചാട്. खड़े होकर हम प्रभु के धन्यवाद അതേ, कहेंगे। ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കുവാൻ പോകുന്നു. हमारे जीभ से हम विजय पाने जा रहा है। നാവുകൾ കൊണ്ട് ഞങ്ങൾ ജയിപ്പാൻ പോകുന്നു. हमारे जीभ से हम विजय पाने जा रहा है। ഞങ്ങളുടെ നാവിന്റെ വിശുദ്ധിയാണ് ജീവിതത്തിന്റെ വിശുദ്ധി. हमारे जीभ के विशुद्धि है हमारे जिंदगी के विशुद्धि, നാവിന്റെ വിശുദ്ധിയാണ് ജീവിതത്തിന്റെ വിശുദ്ധി. और जीभ के विशुद्धि जो है जिंदगी की विशुद्धि हो जाएगा। ഞങ്ങളുടെ നാവ് കൊണ്ട് പൊളിക്കുന്നവരല്ല, ഞങ്ങൾ നാവ് കൊണ്ട് പണിയുന്നവരായിരിക്കട്ടെ. हमारे जीभ से हम किसी भी तरफ ध्वस्त नहीं है, लेकिन हम निर्माण करेंगे। ഞങ്ങൾ നാവ് കൊണ്ട് പണിയുന്നവരായിരിക്കട്ടെ. हम जीभ से निर्माण करने वाले बन जाएंगे। എല്ലാവരും അധരങ്ങളെ തുറന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു നിന്ന് बोलिए, मुंह को खोलकर प्रभु को धन्यवाद के पेट चढ़ाइए। കരങ്ങളെ ഉയർത്തി വായ്കളെ തുറന്ന് ജനം ദൈവത്തിന് നന്ദി പറയട്ടെ. हाथ उठाकर मुंह को खोलकर प्रभु की धन्यवाद कहे। Oh, we worship you, Lord. എല്ലാ മഹത്വം അങ്ങേക്ക്, सारे महिमा और आदर आपको, എല്ലാ ബഹുമാനം അങ്ങേക്ക്, सारे आदर आपको, എല്ലാ സ്തോത്രം അങ്ങേക്ക്. सारे धन्यवाद आपको। In Jesus name हालेलुया। ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. हम आपकी महिमा करते हैं। ഇതാ ഞങ്ങളുടെ എരിഹോ വീഴേണ്ട സമയം വന്നിരിക്കുന്നു. हमारे यरीहो गिरने का समय आ गया ഞങ്ങളുടെ है। എരിഹോ വീഴുകയാണ്. In Jesus हमारे name यरीहो पूरी तरह यीशु मसीह के नाम में गिरा ജനിച്ചിട്ടില്ലാത്ത है। നന്മകൾ ജനിക്കുകയാണ്. अभी तक जन्म ना लिया वो आशीष मेरे जिंदगी में जो रहा है। വാഗ്ദത്തത്തിലേക്ക് കുതിക്കുകയാണ്. वायदा की ओर मैं आगे बढ़ रहा हूँ। വാഗ്ദത്തത്തിലേക്ക് കുതിക്കുകയാണ്. वायदा की ओर मैं आगे बढ़ रहा हूँ। വാഗ്ദത്തത്തിൽ പ്രവേശിക്കുകയാണ്. वायदा की ओर मैं आगे बढ़ रहा हूँ। വിശ്വസിക്കുന്നവരുടെ അധരങ്ങൾ തുറക്കട്ടെ. विश्वास करने वाले मुंह को खोलिए। നാളുകളായി തല ഉയർത്തി വെല്ലുവിളിച്ച സകലതും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ, തകർന്നു വീഴട്ടെ, തകർന്നു വീഴട്ടെ. आपके विरुद्ध जो कोई भी अभी तक काम किया है वो सब पूरी तरह से दूर आने पाए, दूर आने पाए, दूर आने തകർന്നു पाए, വീഴട്ടെ, തകർന്നു വീഴട്ടെ, തകർന്നു വീഴട്ടെ. दूर आने पाए, दूर आने पाए, दूर आने पाए। നിന്റെ മുൻപിലായി എരിഹോവിന് ഇനി മേലാൽ നിൽപ്പാൻ കഴിയത്തില്ല. आपके सामने वो यरीहो अभी कभी खड़ा नहीं होगा। ഓ യേശുവിന്റെ നാമത്തില് यीशु मसीह के नाम पर വാഗ്ദത്തത്തിന്റെ മുന്നിലേക്ക് കുതിക്കുകയാണ്. वायदा की ओर मैं आगे बढ़ रहा हूँ। നന്മയുടെ ജനനങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. भलाई के जन्म आपके जिंदगी में हो रहा है। In Jesus name यीशु मसीह के नाम ദൈവ में കൃപയുടെ ഉദയം വെളിപ്പെടട്ടെ. प्रभु यीशु मसीह का कृपा के अनुभव होने എല്ലാവരും पाए। ദൈവത്തെ സ്തുതിച്ചാണ്. सभी लोग प्रभु की स्तुति നന്ദി करें। കർത്താവേ. धन्यवाद यीशु। എല്ലാ മഹത്വം അങ്ങേക്ക്, सारे महिमा आपको, എല്ലാ സ്തോത്രം അങ്ങേക്ക്, सारे धन्यवाद എല്ലാ आपको, സ്തുതിയും അങ്ങേക്ക്. सारे स्तुति आपको। ഞങ്ങളുടെ ശബ്ദം കൃപയുടെ ശബ്ദം, हमारे आवाज कृपा की शब्द, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ ശബ്ദം വിശ്വാസത്തിന്റെ ശബ്ദം. हमारी आवाज विश्वास की आवाज होने पाए। വിശ്വാസത്തിന്റെ ശബ്ദം ഉയരട്ടെ. विश्वास की आवाज ऊंचा होने പോരാ, पाए। പോരാ, പോരാ, പോരാ. വിശ്വാസ ശബ്ദങ്ങൾ ഉയരട്ടെ. विश्वास की आवाज ऊंचा होने पाए। കൃപയുടെ ശബ്ദം ഉയരട്ടെ. कृपा की आवाज जोर होने पाए। പ്രവചന ശബ്ദങ്ങൾ ഉയരട്ടെ. विश्वानी के शब्द होने पाए। സൗഖ്യത്തിന്റെ വിടുതലിന്റെ ശബ്ദങ്ങൾ ഉയരട്ടെ. संगाय और छुटकारे के शब्द होने സ്തുതി पाए। ആരാധന ഉയരട്ടെ. स्तुति और आराधना ऊंचा होने पाए। എല്ലാവരും सभी लोग In Jesus name. यीशु मसीह के नाम में। Oh hallelujah. हालेलुया। സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനവും പരനേ നന്ദിയാ. കരങ്ങൾ ഉയർത്തി പാടുമോ? സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എൻ യേശുവേ. യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എൻ യേശുവേ.
സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ ആഴിയാഴത്തിൽ ഞാൻ കിടന്നു കുരിരുൾ എന്നെ മറപിടിച്ചു ആഴിയാഴത്തിൽ ഞാൻ കിടന്നു കുരിരുൾ എന്നെ മറപിടിച്ചു നാഥൻ തിരുക്കരം തേടിയെത്തി തന്റെ മാർവോടും ചേർത്തണച്ചു നാഥൻ തിരുക്കരം തേടിയെത്തി തന്റെ മാർവോടും ചേർത്തണച്ചു സർവനന്മകൾക്കും സർവനന്മകൾക്കും സർവകാര്യങ്ങൾക്കും ഉറവിടമാം യേശുവേ സർവനന്മകൾക്കും സർവകാര്യങ്ങൾക്കും ഉറവിടമാം അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ हाथों को उठाकर प्रभु की धन्यवाद करें പൊട്ടച്ചലിന്റെയും കളിവാക്കിന്റെയും മറ്റേതെങ്കിലും ലൗകിക കാര്യത്തിന്റെ ശബ്ദമല്ല നിന്റെ ശബ്ദം निर्लजता मूढ़ता और किसी और के बातें नहीं आपके शब्द നിന്റെ ശബ്ദം വിശ്വാസ ശബ്ദം आपकी आवाज विश्वास की आवाज കൃപയുടെ ശബ്ദം कृपा की आवाज സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ശബ്ദം चंगाई और छुटकारे की आवाज പ്രവചന ശബ്ദം भविष्यवाणी की आवाज സ്തുതിയുടെയും ആരാധനയുടെയും ശബ്ദം स्तुति और आराधना की ഏത് आवाज പാപത്തെയും ഏത് ജഡത്തെയും നീ ജയിച്ച് ജയ ജീവിതം നീ ചെയ്യുവാൻ പോകുന്നു और हर एक पाप हर एक बातों को जय प्राप्त कर आप जय जीवन आगे बिताने जा रहा है വിശ്വസ കർത്താവ് ഈ ജനത്തെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു हे प्रभु जी आप इस विश्वास लोगों को आपके हाथों में सौंपते हैं അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് പകർന്നാണ് आपके बहुमूल्य संगति इनके साथ रहने पाए നാവിൽ ഒരു പ്രത്യേക കൃപയെ അവിടുന്ന് പകർന്ന് ശബ്ദത്തിൽ ഒരു അഭിഷേകം പകർന്ന് ജയത്തിന്മേൽ ജയം പകർന്ന് നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് പരിപാലിച്ചു जीप में आप प्रभु एक कृपा फैला दीजिए उनकी जिंदगी में एक अच्छी आवाज को आगे बढ़ाने दीजिए കർത്താവിന്റെ विजय കൃപ पाने के लिए सहायता ഇവരെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ कृपा इनके साथ रहने पाए എല്ലാ മഹത്വം അങ്ങേക്ക് सारे महिमा आपको യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ यीशु मसीह के नाम में ആമേൻ ആമേൻ എല്ലാ ബുധനാഴ്ചകളിലും ഇതേ ചാനലിൽ ഇതേ ടൈമിൽ ഈ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും हर बुधवार इस समय पर इस चैनल पर बाइबल स्टडी देखेंगे ഈ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക इस लिंक दूसरों तक पहुंचाइए അതെ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു आपसे हम प्यार करते हैं നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ് आपकी प्रार्थना हमें चाहता है വരുന്ന ഞായറാഴ്ച നമുക്ക് സഭായുഗം ഷാർപ്പ് 9:30 ഉണ്ടായിരിക്കും അതിനിടയ്ക്ക് ചില സ്പെഷ്യൽ വെബ് സ്ട്രീംസ് ഉണ്ടായിരിക്കും ഷെയർ ചെയ്യുക സ്തോത്രം അതെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പേജ് ലൈക്ക് ചെയ്യുക വീണ്ടും കാണുവരെ കൃപകൾ ദൈവം നമ്മെ പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേൻ.